എന്തെല്ലാം പരിപാടി തുടങ്ങുകയാണല്ലോ. വാണിയക്കാട് ഗ്രൂപ്പിന്റെ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വലിയ സന്തോഷമുണ്ട്. ഞാന് ഇന്ന് ദീപയാണല്ലോ നമുക്ക് അഭിമുഖം നടത്തുന്നത്. ദീപയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാലത്തെ മുമ്പുള്ള ഒരു ഓർമ്മ എന്നിലേക്ക് വരികയാണ്. ക്രസന്റിൽ പഠിക്കുമ്പോ, ദീപ പഠിക്കുമ്പോ ഞാന് സ്കൂളിൽ ജോയിൻ ചെയ്ത ഉടനെയായിരുന്നു. ഞാനൊരു ഏത് വർഷമാണ് ദീപ ആ സമയത്ത്? 94. ഞാൻ 92-ലാണ് സ്കൂളിൽ ജോയിൻ ചെയ്തത്. 94-ലെങ്ങാനാണ് ദീപ വന്നത്. അപ്പൊ ഞാൻ വന്ന് ഫ്രഷ് ആയ സമയത്ത് 9 ഈ ക്ലാസ്സില് ദീപയും ലക്സി, പ്രസന്ന, ഈ 3 കുട്ടികളെ എനിക്ക് നല്ല ഓർമ്മയുള്ള കുട്ടികളാണ്. അവരെല്ലാം മിടുക്കിയുള്ള കുട്ടികളാണ്. അപ്പോ ആ സമയത്തുള്ള ഓർമ്മകൾ ഇതിലേക്ക് വരികയാണ്. ആ ക്രസന്റിലെ ഒരു കുഴിയുള്ള ക്ലാസ് ആയിരുന്നു. ആ കുഴിയുള്ള ക്ലാസ്. അപ്പോ അമ്മയെ മിടുക്കിയാണ് ദീപ. അപ്പൊ പിന്നീട് അധ്യാപിക, ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോ ആ മേഖലയിൽ പുതിയ ടീച്ചിങ് മേഖലയിൽ പുതിയ ഇന്നവേറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദീപ ആയതുകൊണ്ട് തന്നെ, നേരിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഏറെ സന്തോഷം ഇന്നത്തെ അഭിമുഖത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് ഇന്നത്തെ. അതുകൊണ്ട് തന്നെ പിന്നെ ഏറെ സന്തോഷമുണ്ട്. മാത്രമല്ല, ദീപ ടീച്ചറുടെ ഫാദർ ദാമോദരൻ മാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത സുഹൃത്താണ്. ദാമോദരൻ മാഷും ഞാനും ഒരുപാട് നേരം സംസാരിക്കാറുണ്ട്. ദാമോദരൻ മാഷ് നടന്നു വരും, സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെ നടന്നു വരുമ്പോൾ മാഷ് വന്നിരുന്ന് കുറെ തമാശകളുണ്ട്. മാഷ കുറെ കളക്ഷൻ ഓഫ് തമാശകളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറെ മാഷന്മാർ ഒന്നിച്ചിരുന്ന് കേട്ട് ചിരിക്കുന്ന. അപ്പോ അതിന്റെ ഒരു പിന്നെ മാഷയുടെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് എന്തായാലും ടീച്ചറുടെ അടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഏറെ സന്തോഷമുണ്ട്. വാണിയക്കാട് ഗ്രൂപ്പിന്റെ ഈ എന്തെല്ലാം പരിപാടിയിലേക്ക് പിന്നെ സ്വാഗതം ചെയ്യാണ് ദീപ ടീച്ചറെയും അതുപോലെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഒരു കാര്യം ഉറപ്പാണ്, ദീപ ഒരുപാട് വളർന്നിട്ടുണ്ട്. ഞാൻ പഴയ ദീപയൊന്നുമല്ല, ഒരുപാട് വളർന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പൊതുവായിട്ട് പഠിച്ചിട്ടുണ്ട്. സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. പിന്നെ കൗൺസിലിങ്ങില് പിന്നെ പുതിയ മാനങ്ങൾ ഒക്കെ തേടിയ ഒരു ആളാണ്. അതൊക്കെ തന്നെ, അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കിന്ന് ഒരുപാട് മേഖലയിൽ നമുക്ക് ഈ ഒരു അഭിമുഖം കൊണ്ടുപോകാൻ കഴിയുന്നുള്ള പ്രതീക്ഷയുണ്ട്. താങ്ക് യു. ഞാൻ എന്റെ മൈക്ക് റഷീദിന് കൈമാറുകയാണ് ഈ ഒരു അഭിമുഖത്തിലേക്ക്. നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ദീപ, ദീപ ശരിക്കും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണോ? ആ രീതിയിലൊരു ഇമേജ് ദീപയ്ക്കുണ്ടോ? റഷീദ്, തീർച്ചയായിട്ടും ആ ഒരു ഉത്തരം ശരിക്കും പറയേണ്ടത് കേൾവിക്കാർ അല്ലെങ്കിൽ എന്നെ അറിയുന്നവരൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു സീരിയസ് ആണ് എന്നല്ല, കൂടുതലും എന്നെ ജാടയാണ് എന്ന് ഒരു കമന്റ് ചിലയിടങ്ങളിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് അവർ പരിചയപ്പെടുന്ന സമയത്ത് അവർ തിരുത്താറുണ്ട്. കണ്ട കാഴ്ചയിൽ, പെട്ടെന്നുള്ള കാഴ്ചയിൽ മാത്രം തോന്നുന്നതാണെന്നും യഥാർത്ഥത്തിൽ ഒട്ടും ജാടത്തരം ഇല്ലാത്ത ഒരാളാണെന്നും പിന്നീട് അവർ തിരുത്തുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അത് കുട്ടികളിൽ നിന്നാണെങ്കിലും ആദ്യത്തെ കാഴ്ചയിൽ, അതേപോലെ അല്ലാത്ത ചില ആദ്യമായിട്ട് കാണുന്ന ആളുകളിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും സീരിയസേ അല്ല, ജാടയും സീരിയസ് ഒന്നും ഇല്ലാത്ത ഏറ്റവും ലൈറ്റായിട്ട് ഏറ്റവും ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഞാൻ. ദീപ ഒരു പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന, അങ്ങനെ ആവണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാളാണോ? തീർച്ചയായിട്ടും ആണ്. പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ഇരിക്കാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് എൻ്റെ ഭാഷയിലാണെങ്കിലും എൻ്റെ സമീപനത്തിലാണെങ്കിലും ഞാൻ പറയുന്ന തമാശകളിലാണെങ്കിലും പോലും. അപ്പൊ എൻ്റെ ഭാഷയിൽ പരമാവധി വിവേചനങ്ങൾ ഇല്ലാതിരിക്കാൻ, അത് സ്ത്രീയും പുരുഷനൊന്നും മാത്രമല്ല, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും അല്ല, മറ്റ് വിഭാഗങ്ങളെ പോലും ഉൾക്കൊള്ളുന്ന ഒരു ഭാഷ സ്വീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. എത്രത്തോളം കഴിയുന്നു എന്നുള്ളതല്ല. അതേപോലെ തന്നെ ബോഡി ഷെയ്മിങ് വരാതിരിക്കാൻ, നിറത്തിന്റെയോ അല്ലെങ്കിൽ വലിപ്പത്തിന്റെയോ ഒക്കെ പേരിൽ പലപ്പോഴും ഞാൻ ആളുകളെ കമന്റ് ചെയ്യാറില്ല. അത്തരം ട്രോളുകൾ കാണുമ്പോഴും ഭയങ്കര അരോചകമായിട്ടും പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ്. ഈ ടീച്ചർമാരെ കുറിച്ചിട്ട് സാധാരണ പറയുന്ന ഒരു കാര്യം, ടീച്ചർമാരായാലും ഇങ്ങനെ ഒരു റോൾ മോഡൽ ആവണം എന്നാണ്. ഇപ്പോഴും അതുപോലെ തന്നെയാണോ എന്ന് അറിയില്ല. ടീച്ചർ എന്ന തരത്തിൽ ഈ ഒരു റോൾ മോഡൽ ആവുന്നതിന്റെ എന്തെങ്കിലും ബാധ്യത ദീപക്കുണ്ടോ? അങ്ങനെ ചോദിച്ചാല് എന്റെ ഉള്ളിലുള്ള എന്റെ ഒരു വിചാരം എന്ന് പറയുന്നത്, നമ്മുടെ തന്നെ ക്ലോണുകളെ, ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഉണ്ടാക്കുന്ന ഒരാളാവരുത്, അല്ലെങ്കിൽ ഒരു അധ്യാപകനോ അധ്യാപികയോ എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു റോൾ മോഡൽ ആണോ അല്ലെങ്കിൽ ആവണോ എന്നുള്ളത് ഞാൻ കാര്യമായിട്ട് അതിനെ കണക്കിലെടുക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ ചില സംഗതികൾ ഞാൻ ഓർക്കാറുണ്ട്, അല്ലെങ്കിൽ കണിശത പുലർത്താറുണ്ട്. ഒരാള്, ഒരു വ്യക്തി, ആരോ ആയിക്കോട്ടെ, അയാളുടെ കഴിവിന്റെ പരമാവധിയിൽ വിരിയുന്നതിൽ പരം ആനന്ദം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു കുട്ടിയെ തിരിച്ചറിഞ്ഞ് കഴിവുകൾ കണ്ടെത്തി പരമാവധിയിലേക്ക് സ്വാഭാവികമായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരാളായിരിക്കണം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ളത് കൊണ്ട് തന്നെ ആ സൂക്ഷ്മത പുലർത്താറുണ്ട്. അപ്പൊ നമ്മള് ഒരു കടല കുറിക്കുമ്പോൾ പോലും ഒരു 25ഓളം ആളുകളുടെ ഒരു ശൃംഖല അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ നമ്മൾ എത്രമാത്രം വേണ്ടപ്പെട്ടവരാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അർത്ഥത്തിലും നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് ജീവിക്കുമ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ മോഡൽ ആവുന്നുണ്ടെങ്കിലേ ഉള്ളൂ. പലതരത്തിൽ നമ്മൾ പലരാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. ആ അർത്ഥത്തിൽ ഒരു പക്ഷെ അധ്യാപകരും കുട്ടികൾക്ക് സ്വാധീനിക്കാനുള്ള പല അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷെ നമ്മൾ കള്ളം പറയാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ കുട്ടികളോട് വളരെ തമാശയായിട്ട് പോലും പറയുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റാവും. അപ്പൊ പ്രവൃത്തിയിലൂടെ, പറയുന്നതിനേക്കാൾ അപ്പുറത്ത് പ്രവൃത്തിയിലൂടെ നല്ലത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒരു വലിയ റോൾ മോഡലായിട്ട് അങ്ങനെ ഒരു ബാധ്യതയൊന്നും ഞാൻ കൊണ്ടു നടക്കാറില്ല എന്നുള്ളതാണ്. കാരണം അധ്യാപകരുടെ തന്നെ പല പതിവ് രീതികളും ഞാനത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ സാരിയൊക്കെ ഉടുത്ത് അധ്യാപികമാർ പോയിക്കൊണ്ടിരുന്ന കാലത്ത് തന്നെ ഞാൻ ചുരിദാറിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ ഷോള് ഒക്കെ ഇടാതെ തന്നെ പോകുന്ന, മുടിയൊക്കെ മുറിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ എവിടെ പോയാലും ഇങ്ങനൊക്കെ തന്നെയാണ്. എന്റെ വേഷത്തിന്റെയോ എന്റെ രീതിയുടെയോ പേരിലൊന്നും ഉള്ള ഒരു ബഹുമാനം അങ്ങനെയല്ല വേണ്ടത്, ഒരു വ്യക്തിത്വത്തിന്റെ പേരിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ റോൾ മോഡൽ എന്നുള്ള ഒരു ബാധ്യത അത് എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഞാനതെടുത്ത് തലയിൽ വെച്ചിട്ടുമില്ല. ദീപ ട്രോളിനെ കുറിച്ച് പറയായിരുന്നു. ട്രോള് ഈ പൊളിറ്റിക്കലി കറക്റ്റായി അല്ലാത്ത ട്രോളുകൾ, അല്ലെങ്കിൽ ആളുകളുടെ നിറത്തിന്റെയോ ഒക്കെ പേരിൽ കളിയാക്കുന്ന ഇതൊന്നും കണ്ടാൽ ചിരിക്കാറില്ല. അപ്പൊ ദീപ ചിരിപ്പിക്കുന്ന, ദീപക്ക് ഏതെങ്കിലും തരത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഏത് തരത്തിലുള്ള തമാശയാണ്, ഹ്യൂമറാണ്? തമാശകൾ അതിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു കാര്യം എടുത്തു പറയാൻ ഇപ്പം പെട്ടെന്ന് സാധിക്കില്ലായിരിക്കും. പക്ഷെ അത് ഒരു വിഭാഗത്തിന് ഹർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെയോ പിന്നെ ലൈംഗികതയുടെ പേരിലോ ഒക്കെ ട്രോൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നാറുണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന പല തമാശകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഒരു ലൈംഗിക ചൊവ്വയുള്ള തമാശകൾ. അതിലെപ്പോഴും സ്ത്രീകളെ ഒന്ന് അധിക്ഷേപിച്ചിട്ട്, അല്ലെങ്കിൽ വഴക്കൊക്കെ പറയുമ്പം സ്ത്രീകളെയാണ് അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഭാവത്തിലൊക്കെ കാണിക്കുക. അപ്പൊ അങ്ങനെയുള്ള തമാശകളെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് എമ്പതി ഉള്ളതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ, അതെനിക്ക് അത്ര രസമായിട്ട് ഫീൽ ചെയ്യാറില്ല. ഈ ദീപന്റെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ അധ്യാപകരാണ്. അപ്പം ദീപ പിന്നീട് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പം അത് വളരെ നേരത്തെ തന്നെ ആലോചിച്ചുറപ്പിച്ചിട്ട് വന്നതാണോ, അതോ യാദൃശ്ചികമായിട്ട് വന്ന് പെട്ടു, അതാണോ? സത്യമാണ് റഷീദ്, ഒരിക്കലും അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വന്ന ഒരു പ്രൊഫഷൻ അല്ല എന്റേത്. പഠിക്കുന്ന കാലത്ത് പഠനം ഒരു ഹരായിരുന്നു. അതങ്ങനെ പഠിച്ചു പോയി എന്നല്ലാണ്ട് എന്താവണം എന്ന് എനിക്ക് സ്വന്തമായും ധാരണയില്ല, അല്ലെങ്കിൽ എനിക്ക് ഗൈഡ് ചെയ്യാനുള്ള ഒരു അവസരങ്ങളും ആ കാലത്തില്ല. ഒരു പക്ഷെ ഇക്കാലത്തായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ ഒരു പക്ഷെ അധ്യാപിക അല്ലായിരിക്കാം. മറ്റെന്തെങ്കിലും ഒരു ജോലിയിലേക്കെല്ലാം പോകാനുള്ള സാധ്യതയുണ്ട്. കുറെ കൂടെ മെച്ചപ്പെട്ട ഏതെങ്കിലും ഒരു തരത്തിലേക്കെല്ലാം, കുറച്ചും കൂടി നമ്മുടെ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ്. അങ്ങനെ ഒരു മെന്റർ ഉണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പഠിച്ചു, ജോലി വേണം എന്നറിയാം, നിർബന്ധമായിട്ടും ജോലി വേണം എന്നല്ലാണ്ട്
നമ്മുടെ മുമ്പിലുള്ള ഒരു എല്ലാവരും പോകുന്ന ഒരു വഴിയിൽ കൂടെ പോവുകയും അധ്യാപികയാവുകയും ചെയ്തതാണ്. പക്ഷെ പിന്നീട് അധ്യാപിക ആയ ശേഷം ഞാൻ ഒരിക്കലും ഈ ജോലിയെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും ഇഷ്ടപ്പെട്ട് ആത്മാർത്ഥമായിട്ട് ആഘോഷിച്ച് തന്നെയാണ് ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഈ ദീപ എവിടെയാ പഠിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അച്ഛന്റെ സ്കൂളിൽ LP, ഇളയച്ചന്റെ സ്കൂളിൽ UP ഇതുപോലൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവരൊക്കെയാണോ ദീപയെ ശരിക്കും ഇങ്ങനെ മോൾഡ് ചെയ്തത്? അങ്ങനെ ചോദിക്കുമ്പം അതിലൊരു വലിയ ശരിയുണ്ട് എന്നുള്ളതാണ്. കാരണം അച്ഛനും ഇളയച്ചനും ഒക്കെ ആണെങ്കിൽ എന്നെക്കാൾ മുതിർന്ന കുട്ടികളും അതേപോലെ അവര് പഠിപ്പിച്ച മറ്റുള്ളവരൊക്കെ കാണുമ്പം എന്നോട് പറയാനുള്ള ഒരു കാര്യം, അച്യുതൻ മാഷാണെങ്കിലും ദാമോദരൻ മാഷാണെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ്, ഏറ്റവും നല്ല അധ്യാപകരായിരുന്നു എന്നൊക്കെയുള്ള കമന്റ്സ് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിൽ പോയ സമയത്ത് അവിടെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ ഉണ്ട്. അദ്ദേഹം അന്ന് അച്ഛന്റെ കാലിൽ വീഴുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു റോൾ അവർക്കുണ്ട്. ഒരു പക്ഷേ നമ്മൾ തൊഴിലിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയും സൂക്ഷ്മതയും കണിശതയും ഒക്കെ അവരിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണ്. ഇവരൊന്നും ഞങ്ങൾ ശകാരിച്ചിട്ടല്ല ഒരു ഗൈഡ് ചെയ്തത് എന്നുള്ളതാണ്. അത് വളരെ പ്രത്യേകതയോടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. അച്ഛനും ഇളയച്ചനും പറഞ്ഞതുപോലെ തന്നെ അമ്മയ്ക്കും വലിയൊരു റോള് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളൊക്കെ തമാശയായിട്ട് കളിയാക്കിയിട്ടാണെങ്കിലും അമ്മയെ ഞങ്ങൾ ഗാന്ധിജി എന്നൊക്കെയായിരുന്നു വിളിക്കുന്നത്. കാരണം ഒരുപാട് നമുക്കൊന്നും അനുകരിക്കാൻ പറ്റാത്ത ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സ്ത്രീയായിട്ട് അത് ജീവിക്കായിരുന്നു. അങ്ങനെ പറയല്ല, ഒരിക്കൽ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങനെ ജീവിച്ച് കാണിച്ച ഒരു ആളാണ്. അതില് ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഇവർക്ക് വലിയ റോള് തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്ററുടെ കഥ പറഞ്ഞില്ലേ ഇപ്പം, അതെ അതെ അതുപോലെ അതെ, എന്തെങ്കിലും അനുഭവം വ്യക്തിപരമായിട്ട് ദീപക്കുണ്ടോ? ദീപ പഠിപ്പിച്ച കുട്ടികൾ പിന്നീട് കാണുന്നതോ അങ്ങനെ? ഒരുപാടുണ്ട്. അതില് ഒരുപാടുണ്ട് എന്ന് വെച്ചാല് അതില് എനിക്ക് എപ്പോഴും ആദ്യം മനസ്സിൽ വരിക, ഞാൻ വളരെ മുമ്പ് പഠിപ്പിച്ച ഒരു കുട്ടി, അവനിപ്പം എഞ്ചിനീയറായിട്ടൊക്കെ ജോലി ചെയ്യാണ്. പല ഘട്ടങ്ങളിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും എന്ത് ഒരു തീരുമാനം എടുക്കുമ്പോഴും ഞാനുമായിട്ട് സംസാരിക്കുമായിരുന്നു. ചില സമയത്ത് വീണു പോകുമ്പോഴും ആദ്യം എന്നെ തന്നെയാണ് വിളിക്കുക. അപ്പൊ അതിലെപ്പോഴോ ചില സങ്കടങ്ങളൊക്കെ എഴുതിയ കൂട്ടത്തിൽ ഭയങ്കര കാവ്യാത്മകമായിട്ടുള്ള ഒരു ഭാഷ പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. അന്ന് ഞാൻ ഇവനോട് പറഞ്ഞു, നീ എഴുതൂ, നിന്റെ സങ്കടങ്ങളൊക്കെ എഴുതൂ. അങ്ങനെ എഴുതിയപ്പം അത് നല്ല കവിതകൾ പോലെയുണ്ട്. അതിന് കുറച്ചൊന്ന് മിനുക്കിയപ്പം ഭംഗിയുള്ള കുറേ ഇംഗ്ലീഷിലുള്ള കവിതകൾ ഉണ്ടായി. അങ്ങനെ ഒരു നാള് ഇവൻ പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടുണ്ട്, ലൈഫിന്റെ പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇവൻ എന്നും വിളിക്കുന്ന ഒരാള് ഞാനായിരുന്നു. എൻ്റെ ഒരുപാട് സമയം ഞാൻ ഇവന് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു നാള് ഇവൻ ഈ കവിതകളൊക്കെ എഴുതി, അതിന്റെ അവതാരിക ഞാൻ തന്നെ എഴുതണമെന്ന് നിർബന്ധം പിടിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ ഒരു അവതാരിക ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഇവന്റെ അത്രയും സ്നേഹമുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ എഴുതി വീരാൻകുട്ടി സാറിനെ ഞാൻ തന്നെ വിളിച്ചു. ഒരു വലിയ പരിപാടിയാക്കി അത് മാറ്റി. അന്ന് ഇവൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അവന്റെ കവിതകളെ പറ്റി ആയിരുന്നില്ല, അന്ന് എന്നെ പറ്റി തന്നെയായിരുന്നു കൂടുതൽ സംസാരിച്ചിരുന്നത്. വലിയൊരു ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് വീരാൻകുട്ടി സാറും അത് തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു അധ്യാപിക ഇതിന് കാരണമാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ ഒരുപാട് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് ഇങ്ങനെയാണ്. ഈ നന്നായിട്ട് പഠിക്കുന്ന, ഇതുപോലെ നല്ല സാധ്യതകളുണ്ട് എന്നൊക്കെ തോന്നിയ കുട്ടികള് പിന്നെ കുറച്ചു കാലം കഴിയുമ്പം അവര് എന്താ പറയാ, അവരുടെ ലൈഫിന്റെ ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് മാറിപ്പോയിട്ട് അവരൊരു എന്താ പറയാ, ജീവിതത്തിൽ ഒന്നുമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, എങ്കിൽ പോലും പ്രത്യേകിച്ച് ഒന്നും ആവാതെ ഒക്കെ ആവുന്ന അതുപോലെ കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും ജോലി ചെയ്തത് പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതേപോലെ തന്നെ സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ്. ഒരുപക്ഷെ വടകരയിൽ ഏറ്റവും പ്രൗഢിയുള്ള സ്കൂളുകളിലാണ് എൻ്റെ കരിയർ അധികം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കുട്ടികളെ കണ്ടുമുട്ടുന്നത് വളരെ വളരെ അപൂർവമാണ്. ഇവർ പെട്ടെന്ന് വളരെ ഹൈറ്റിലേക്ക് പോകുന്നതും നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് എത്തുന്നതും വളരെ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുന്നതും എന്നെ അത്ഭുതപ്പെടുത്തുന്നതുമാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. വളരെ ചുരുക്കം കുട്ടികൾ ഇതേപോലെ കഴിവുകൾ ഉണ്ടായിട്ടും അവരെത്തേണ്ട ഒരു ഹൈറ്റിലേക്ക് എത്തിയില്ല എന്ന് തോന്നിയ അനുഭവങ്ങളും ഉണ്ട്. അത് ഞങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് കൗമാരകാലമാണല്ലോ. അത് എത്രയും പെട്ടെന്ന് വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു കാലമാണ്. വേഗം വഴിമാറിപ്പോകാം.
വൺസ് അത് തെറ്റിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സമയവുമില്ല. പിന്മടക്കം എന്ന് പറയുന്ന വലിയ പാടുള്ള കാര്യമാണ്. ലൈഫിനെ തീരുമാനിക്കുന്ന വർഷങ്ങളുമാണ്. എന്നാൽ അതേ സമയം ഒരുപാട് ചലഞ്ചസും ഉണ്ട്. അങ്ങനെ ചെറിയ ഒറ്റപ്പെട്ട ചില കേസസ് അല്ലാതെ കൂടുതലും മികച്ചവരായിട്ട് മാറുന്ന ഒരു അനുഭവം തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ അധ്യാപിക അല്ലാത്ത എന്താ പറയാ വിദ്യാർത്ഥിനിയായ ദീപയെ ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. അപ്പം ആ ദീപ റോഡിന്റെ സൈഡിലൂടെ ഇളയച്ചന്റെ ഇളയച്ചൻ മുമ്പില് സ്പീഡിൽ നടക്കും. ദീപ റോഡിന്റെ സൈഡിലൂടെ അതേ സ്പീഡിൽ തന്നെ ദീപ വളരെ സ്പീഡിൽ ഭൂമി പതുക്കലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ എത്തിയ സമയത്തും ദീപ ഉണ്ട് അവിടെ. അപ്പം ഈ സമയത്തൊക്കെ നല്ലോണം പഠിക്കുന്ന ഈ അധ്യാപകർക്കൊക്കെ നല്ല ഇഷ്ടമുള്ള എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ശരിക്കും ഇതല്ലാത്തൊരു കുരുത്തക്കേടുള്ള കുട്ടി എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? എന്റെ വീട്ടുകാരോടൊക്കെ ചോദിച്ചാല് അവര് പറയാ കുരുത്തക്കേടിന് കയ്യും കാലും വെച്ചത് എന്നാ. എന്റെ അച്ഛമ്മ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന മുതല് ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ വലുതാകുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോഴൊക്കെ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള എന്നെ പറ്റി എനിക്ക് തന്നെയുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് ഭയങ്കര പൊട്ടിത്തെറിയുന്ന. പക്ഷെ ഒരു ഇമേജ് തീർച്ചയായിട്ടും വാണിമൽ സ്കൂളിൽ നിന്നൊക്കെ ആ നടപ്പിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇളയച്ചനുള്ളത് കൊണ്ട് കളികൾക്കൊക്കെ ഇപ്പോഴും ഒരു മിതത്വമൊക്കെ ഉണ്ട്. ഇളയച്ചൻ ഇല്ലാത്തപ്പോഴോ കണ്ണു വെട്ടിച്ചിട്ടൊക്കെയാണ് ആ മറ്റേ പുഴയിൽ പോലും വാണിമൽ പുഴയിൽ പോലും പോയിട്ടുള്ളതും കളിച്ചിട്ടുള്ളതും ഒക്കെ. അത് ക്രസന്റിലാണെങ്കിലും ക്രസന്റിലൊക്കെ റഷീദിന് ഒരു പക്ഷെ ഓർമ്മയുണ്ടാവും. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ക്ലബ്ബ് പ്രവർത്തനമൊക്കെ ആയിട്ട് ചെസ് കളിയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നത് അതെ വൈകുന്നേരം അതെ. ഇതൊക്കെ ഉണ്ടാവും. ഒരുപാട് രസമുള്ള ഓർമ്മകളുണ്ട് പ്രസന്റിലൊക്കെ. വളരെ വൈകിട്ടാണ് സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുള്ളൂ. എല്ലാ പരിപാടിയും ക്ലബും അതുപോലെ കഥകളും ഒക്കെ പറഞ്ഞ് ചെസ്സൊക്കെ കളിച്ച് ഒത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു ആ സ്കൂളിൽ നിന്നൊക്കെ. പക്ഷെ അന്നേരമൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ നടപ്പില്. അങ്ങോട്ടും ഇങ്ങോട്ടും നിർമ്മലേരി കോളേജ്, സെന്റ് മേരീസ് കോളേജ്, പിന്നെ ഗുരുവായൂരപ്പൻ കോളേജ്. ദീപ പഠിച്ച കോളേജുകൾ, പ്രധാനപ്പെട്ട കോളേജുകൾ ഇതൊക്കെയാണ്. അപ്പം അവിടെയൊക്കെ ഇതേപോലെ തന്നെ അവിടെയാണെങ്കിൽ അച്ഛനും ഇളയച്ഛനും ബന്ധുക്കളൊന്നും ഇല്ല. അപ്പൊ അവിടുത്തെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? ഇതേപോലെ ഈ കുരുത്തക്കേട് എന്ന് പറയുന്ന സാധനം ശരിക്കും പുറത്തു വന്നോ? ശരിക്കും പുറത്തു വന്നു. പക്ഷെ ആദ്യത്തെ പ്രീ ഡിഗ്രി കാലം എന്റെ നിർമ്മലഗിരി കോളേജിലായിരുന്നു. അതൊരു ഹോം സിക്നസിന്റെയും വീടിന്റെ ഒരു വല്ലാത്ത സങ്കടങ്ങളും ഓർമ്മകളും ഒക്കെ ആയിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ എനിക്കത് എന്റെ ലൈഫിൽ തന്നെ ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത, ഒരുപക്ഷെ ഒന്നും നേടിയിട്ടില്ലാത്ത 2 വർഷങ്ങളായിട്ട് വേണേ അതിനെ പറയാം. പക്ഷെ പിന്നീട് ഡിഗ്രി ചെയ്ത ഗുരുവായൂരപ്പൻ കോളേജ് എന്ന് പറഞ്ഞാല് ശരിക്കും എന്നെ ഞാൻ വീണ്ടെടുത്ത വർഷങ്ങളാണ്. ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ ഏറ്റവും രസമുള്ള വൈകുന്നേരങ്ങളൊക്കെ അവിടത്തെയാണ്. അവിടുത്തെ കുന്നിന്റെ ചെരുവിലുള്ള ബ്രൗൺ നിറത്തിലുള്ള ഒക്കെ ഉണ്ടാവും. പുല്ലും വൈകുന്നേരങ്ങളും ആ കാറ്റും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ശോഭേന്ദ്ര മാഷൊക്കെയുള്ള ഒരു കാലത്താണ് ഞങ്ങൾ അവിടെ ഉള്ളതും. ഏറ്റവും ആസ്വാദ്യകരമായ ജീവിതത്തിൽ ഞാൻ എന്നും അത്രയും ഇഷ്ടത്തോടെ ഓർമ്മിക്കുന്ന സൗഹൃദങ്ങളും അതെ പിന്നെ കോളേജ് അന്തരീക്ഷമൊക്കെ ഗുരുവായൂരപ്പൻ കോളേജിന്റെയാണ്. ഇപ്പോഴും വല്ലാത്തൊരു കാന്തിക സ്വഭാവമുണ്ട് അവിടുത്തെ അന്തരീക്ഷത്തിന്, ക്യാമ്പസിന്. പിന്നെ സെന്റ് മേരീസ് ഞാൻ PG പഠിക്കുവാണ്. അപ്പോൾ നമ്മൾ മെച്ചുവേർഡ് ആയി കഴിഞ്ഞു. പക്ഷെ അതൊക്കെ രസമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് രസമുള്ള ഓർമ്മകളും. 10 കുട്ടികൾ മാത്രമേ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉള്ളൂ. എല്ലാവരും തമ്മിൽ ഭയങ്കര കോൺടാക്റ്റാണ്. 1-2 പേര്, ഒരാളാണെങ്കിൽ ഐസറിൽ ചെയ്യുന്നു, മറ്റൊരാള് IIT ജോലി ചെയ്യുന്നു. പിന്നെ ബാക്കി ഞങ്ങളൊക്കെ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് ആ സെന്റ് കാലം. മേരീസ് എവിടെയുള്ള സെന്റ് മേരീസ്? ബത്തേരി. 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 ഈ ദീപ ഡിഗ്രിക്ക് പഠിച്ച വിഷയം കെമിസ്ട്രിയാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയം കെമിസ്ട്രിയാണ്. പക്ഷെ ദീപ അതല്ലാതെ മറ്റൊരു വിഷയത്തിലേക്ക് ആകൃഷ്ടയാവുകയോ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിലേക്ക് ഇപ്പൊ ശ്രദ്ധ തിരികെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, സൈക്കോളജി. എങ്ങനെയാണ് ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ഒരു താല്പര്യത്തിലുള്ള ഒരു മാറ്റം? ഞാന് സത്യമാണ് പറഞ്ഞതുപോലെ, ഞാൻ കെമിസ്ട്രിയാണ് എൻ്റെ യഥാർത്ഥ വിഷയം. എനിക്ക് ഏറ്റവും ഇഷ്ടവും കെമിസ്ട്രി തന്നെയാണ്. പക്ഷെ സൈക്കോളജി ഒപ്പത്തിനൊപ്പം ഇഷ്ടമുള്ള, പഠിക്കാൻ ഇഷ്ടമുള്ള, അറിയാൻ ഇഷ്ടമുള്ള ഒരു സംഗതിയായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ പിന്നീട് ഞാൻ PSC ഒക്കെ എഴുതി ജോലിയിലൊക്കെ വരുമ്പോൾ, ഗവൺമെന്റ് സർവീസിലോട്ടൊക്കെ വരുന്ന കാലത്ത് നമ്മൾ രക്ഷിതാക്കളിൽ നിന്നൊക്കെ കുട്ടികളെ പറ്റി പല കാര്യങ്ങളും അറിയുമല്ലോ. എൻ്റെ കുട്ടി ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ പലരും പറയും. നേരിട്ട് നമുക്ക് കുട്ടികളോട് അത് ചോദിക്കാൻ, എനിക്കിപ്പം വ്യക്തിപരമായിട്ട് എൻ്റെ പ്രശ്നമായിരിക്കാം, ഞാനത് ചോദിക്കാറില്ല വീട്ടിൽ പ്രശ്നമുണ്ടോ എന്നൊന്നും. പക്ഷെ അതിന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു മാർഗം
സെലക്ട് ചെയ്യാണ്, സർവേ ചെയ്യും. ഉം. അപ്പോ ജോലിയിൽ പ്രവേശിച്ച ഒരു വർഷമൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു അനുഭവം ഉള്ളത്. ഒരു ഒരു കുട്ടിയെ പറ്റി എപ്പോഴും പാരന്റ് വന്നിട്ട് ഒരുപാട് ആകുലതകളും പ്രശ്നങ്ങളും ഭയങ്കര സഹിക്കാൻ പറ്റാത്ത സ്വഭാവമാണെന്നൊക്കെ പറയും. അപ്പൊ ഒരു നാൾ ആ ക്ലാസ്സിൽ ആ കുട്ടി ഉൾപ്പെടുന്ന ഒരു 10ഓളം കുട്ടികളെ ഞാൻ വിളിച്ചു. അങ്ങനെ ലൈബ്രറിയിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് കുറെ വിഷയങ്ങൾ കൊടുത്തു. അതായത് നമ്മളെ ഹൃദയം തൊടുന്ന ചില വാക്കുകൾ, അമ്മ, മഴ എന്നൊക്കെ പറഞ്ഞുള്ള ചില സൗഹൃദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വാക്കുകൾ കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും പ്രയാസപ്പെടുത്തുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ ഈ എഴുതുന്നതോടുകൂടി തീരണം. ഇത് മറ്റൊരു ചെവി അറിയാൻ പോകുന്നില്ല, എന്നെ മാത്രം അത്രയും വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്, മുഖവരോടുകൂടിയാണ് എഴുതാൻ കൊടുത്തത്. കുട്ടികൾ ഒരുപാട് പേപ്പറുകളിൽ എഴുതി. അന്ന് ഞാൻ ആരെയും കാണിക്കാണ്ട്, സ്റ്റാഫ് റൂമിലൊന്നും പറയാണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചു. എല്ലാ സങ്കട കഥകളും, ഭയങ്കര കണ്ണ് നനയിക്കുന്ന കഥകളും. പക്ഷെ അതിൽ ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നം എന്നെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആക്കി. എനിക്കതൊന്ന് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല. ഞാനും അതിന്റെ ലൂപ്പിനുള്ളിലെത്തി. ഞാൻ എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ പെൺകുട്ടികളുടെ ഭാവി, ഇങ്ങനെ പലതും ചിന്തിച്ചാകെ അസ്വസ്ഥയായി. എനിക്കൊരാഴ്ചക്കാലം ഈ കുട്ടിയോട് മാത്രം മിണ്ടാൻ പറ്റിയില്ല. മറ്റു കുട്ടികളൊക്കെ ഞാൻ കണ്ടു, അവരോട് പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചു, അവർ ഹാപ്പിയായി. പക്ഷെ ഈ കുട്ടിയോട് മാത്രം എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഒരു നാള് സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ ഞാൻ ഇവിടെ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ചില പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം, ഒട്ടും കുറ്റപ്പെടുത്തിയില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അതിന് നിസ്സാരമായതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെ ഒന്ന് ചേർത്ത് പിടിച്ചു. അധികം സംസാരിച്ചിട്ടില്ല, ഒന്ന് സ്പർശിച്ചു. പിന്നീടുള്ള മാറ്റം ഭയങ്കരമായിരുന്നു. അമ്മ എന്നോട് ചോദിച്ചു പിന്നീട് ഒരു നാൾ വന്നിട്ട്, ടീച്ചർ എന്ത് മാജിക് ആണ് കാണിച്ചേ? എൻ്റെ കുട്ടി ഇപ്പൊ ആകെ മാറി, ഇത്രയും മിടുക്കിയായി. വീട്ടില് എന്നെ സഹായിക്കുന്ന, അനിയത്തിയെ നോക്കുന്ന ഏറ്റവും മിടുക്കിയായിട്ടുള്ള കുട്ടിയായിട്ട് മാറി. അപ്പൊ ഞാൻ സത്യം പറഞ്ഞില്ല, കാരണം എനിക്ക് കുട്ടിയുടെ കൺസെന്റ് ഇല്ലായിരുന്നു. ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചില ടെൻഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. പിന്നീട് ആ കുട്ടി പഠിച്ചു, MBBS കഴിഞ്ഞു, MD ഒക്കെ ചെയ്തു, ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അവൾ ഇപ്പോഴും ഞാനുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടെന്നുള്ളതാണ്. ഓരോ ഘട്ടത്തിലും എന്നെ അറിയിക്കും, വിളിക്കും. ഒരുപാട് പേരെ അങ്ങനെ എനിക്ക് തോന്നുന്നു, ഒരുപാട് പേരെ സൂയിസൈഡിന്റെ അറ്റത്തെത്തിയ ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര കൃതജ്ഞതയോടെയാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഭയങ്കര ചാരിതാർത്ഥ്യമുണ്ട് എനിക്ക് അത് വീണ്ടും ഓർമ്മിക്കുമ്പോൾ. അങ്ങനെ ജീവിതത്തിൽ ഒന്നുമല്ലാണ്ടായി പോകുന്ന, ഒരുപക്ഷെ ഭൂമുഖത്തെ ഇല്ലാതായി പോകുന്ന കുറെ ആളുകൾ എന്റെ കുറഞ്ഞ നേരം മാത്രമാണ്. ഞാൻ വലിയ വർത്താനം പറയുന്നതല്ല, ഞാൻ വലുതായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല, എനിക്ക് കാര്യമായിട്ടൊന്നും അറിയുകയേ ഇല്ല. പക്ഷെ ഞാനൊന്ന് കേട്ടിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അന്ന് ഞാൻ സൈക്കോളജി പോലും പഠിക്കാത്തൊരു കാലത്താണിത്. അപ്പൊ എനിക്ക് തോന്നി, ഒരു പക്ഷേ ഇത് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്വയം മെച്ചപ്പെടാൻ പറ്റും, നമ്മുടെ ടൂൾസിനെ ഒന്നും കൂടി മൂർച്ചപ്പെടുത്താൻ പറ്റും, അതുവഴി എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ഉണ്ടാകാൻ പറ്റും എന്ന് ആലോചിച്ചതിന്റെ പുറത്താണ് സൈക്കോളജി കുറച്ചും കൂടി വിശദമായിട്ട് പഠിക്കുന്നത്. അങ്ങനെ ഞാൻ ഇഗ്നോയിൽ MA ക്ലിനിക്കൽ സൈക്കോളജിക്ക് ജോയിൻ ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇപ്പൊ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ PGDCP എന്ന് പറയും, കൗൺസിലിംഗ് തെറാപ്പി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ തെറാപ്പിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിട്ടത് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ ഞാൻ സൗഹൃദ ക്ലബിന്റെ ഒക്കെ കോർഡിനേറ്ററാണ്. അപ്പൊ ഞങ്ങൾക്ക് സ്റ്റേറ്റ് തലത്തിൽ ധാരാളം ട്രെയിനിങ്ങുകളൊക്കെ കിട്ടും, നിംഹാൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, അതേപോലെ RI മൈസൂരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. നിംഹാൻസിലൊക്കെ ഞാൻ 3 തവണയൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ RI മൈസൂരിൽ 10 ദിവസത്തെ കൗൺസിലിംഗ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, ലൈഫ് സ്കിൽ ട്രെയിനിങ് തുടങ്ങിയുള്ള ധാരാളം ട്രെയിനിങ്ങുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്നും കൂടെ ലഭിച്ചിട്ടുള്ളത് ഇതിനെ തീർച്ചയായിട്ടും നമ്മളൊന്നും കൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഈ സൈക്കോളജി പഠിക്കുന്നത് നമ്മളെ ഏത് തരത്തിലാ ദീപ മാറ്റിമറിക്കുക ഒരു മനുഷ്യനെ? എനിക്ക് തോന്നുന്നത് പല കാര്യങ്ങളിലാണ്. ഒന്ന്, നമ്മൾക്ക് തന്നെ കുറെ കൂടെ ക്ലാരിറ്റി ഉണ്ടാവും നമ്മളുടെ പ്രശ്നങ്ങളിൽ. നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റിയിൽ നമുക്ക് ആ പ്രശ്നത്തെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു തരത്തിലുള്ള ഒരു സൗഹൃദം കൂടെ അവിടെ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ഈ നെക്സ്റ്റ് ലെവൽ എന്തായെന്ന് പറയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ വർദ്ധിക്കും.
പിന്നെ പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇന്നുണ്ട്. ഇതെവിടെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ഏതാണ് ഇതിന്റെ വാർണിംഗ് സൈൻസ്? എപ്പോഴാണ് ഞാനൊരു ക്ലിനിക്കിൽ ഹെൽപ്പ് സ്വീകരിക്കേണ്ടത്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു അവയർനെസ് ഉണ്ടാവുന്നുള്ളത് ഇത് പഠിക്കുമ്പോഴാണ് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുക. അതേപോലെ ധാരാളം കോണ്ടാക്ട്സ് ഈ മേഖലയിൽ നമുക്ക് ഉണ്ടാവും, സൈക്കാട്രിസ്റ്റുകളായിട്ടും സൈക്കോളജിസ്റ്റുകളായിട്ടും. അപ്പൊ നമുക്കൊരു പ്രശ്നത്തെ ഡീൽ ചെയ്യാൻ എളുപ്പമുണ്ട്, കുട്ടികളെ റെഫർ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതൊക്കെ ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചില ഗുണങ്ങളാണ്. പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്വയം നമ്മുടെ പേഴ്സണാലിറ്റി ഏതൊക്കെയോ തരത്തിൽ മെച്ചപ്പെടുത്തുന്നുണ്ട്. പലതരം പേഴ്സണാലിറ്റികളുണ്ട്, അതിൽ ഒരു മെച്ചപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നുണ്ട്. പ്രശ്നത്തെ കുറേയും കൂടെ മനോഹരമായിട്ട് സോൾവ് ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മനുഷ്യർക്ക് മനസ്സ് തുറക്കാൻ തോന്നുന്ന ആളുകളാണല്ലോ ഈ സൈക്കോളജിസ്റ്റുകളായിട്ടോ തെറാപ്പിസ്റ്റുകളായിട്ടോ ഒക്കെ അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ആളുകള് സ്വയം ഇങ്ങനെ മനസ്സ് തുറക്കുമ്പം നമ്മൾ അവരെ കേൾക്കുകയാണോ വേണ്ടത്, അതോ അവരെ അങ്ങ് ഉപദേശിക്കുകയാണോ വേണ്ടത്? എന്താണ് അതിന്റെ ഒരു പ്രോപ്പർ വഴി? നമ്മൾ എവിടെയും ഉപദേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒട്ടും ജഡ്ജ്മെന്റൽ അല്ലാതെ, നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് നമ്മുടെ എല്ലാ ബിലീഫ്സിനെയും കൗൺസിലിംഗ് റൂമിന്റെ പുറത്ത് വെച്ചിട്ടായിരിക്കണം നമ്മൾ അവിടേക്ക് കടക്കേണ്ടത്. നമ്മളൊരു ഒന്നുമില്ലാത്ത പ്യുവർ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് വേണം അവിടെ ഇരിക്കേണ്ടത്. മുഴുവൻ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ സൊല്യൂഷൻ തന്നെ. അതിന്റെ ഇടയിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യാതെ, നമ്മുടേതായ വേർഷൻസ് അവിടെ അടിച്ചേൽപ്പിക്കാതെ, നമ്മുടെ ബിലീഫ്സ് അവിടെ ഇട്ടുകൊടുക്കാതെ. ഓരോരുത്തരുടെ ജീവിതവും യുണീക്കാണ്. നമുക്ക് ഏറ്റവും ശരിയെന്ന് തോന്നുന്നത് ഒരുപക്ഷെ റഷീദിന്റെ ജീവിതത്തിൽ ഏറ്റവും അൺഫിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഉപദേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നിർദ്ദേശങ്ങൾ കൊടുക്കാം, ആ പ്രശ്നങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കാം. തീരുമാനങ്ങൾ ക്ലയന്റ് തന്നെ എടുക്കണം എന്നാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള റൂട്ട് ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കൗൺസിലിങ്ങിന്റെ ഒരു രീതി. കൂടുതൽ ഒരു വെളിച്ചം ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് സ്വയം തീരുമാനം. ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരുപാട് കുട്ടികളെ കണ്ട ഒരാളാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ കുട്ടികളുടെ ഒരു മനോഭാവത്തില്, അവരുടെ പെരുമാറ്റ രീതികളില് ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അങ്ങനെയുള്ള മാറ്റങ്ങളെ ഏത് രീതിയിലാണ് ദീപ മനസ്സിലാക്കുന്നത്? മാറ്റങ്ങൾ എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന്റെ മാറ്റങ്ങൾ തന്നെയാണ് കുട്ടികൾ. അല്ലാതെ കുട്ടികളൊരു അന്യഗ്രഹ ജീവിയൊന്നും അല്ല. നമ്മൾ സമൂഹത്തിന്റെ ജീർണതകളൊക്കെ ഭക്ഷിച്ചും ശ്വസിച്ചും എന്താ പറയാ മണത്തും ഒക്കെയാണ് അവരും വളരുന്നത്. അതിൻ്റെതായ പ്രത്യേകതകൾ തീർച്ചയായിട്ടും അവർക്കുണ്ടാവും. പക്ഷെ കോവിഡിന് ശേഷം വന്ന ചില മാറ്റങ്ങൾ, ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എനിക്ക് കാണാൻ പറ്റിയത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ഒരു അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു എന്നുള്ളതാണ്. ശ്രദ്ധിക്കാനുള്ള ഒരു സമയം. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ 1 മണിക്കൂർ നമുക്ക് ക്ലാസ് എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോഴും ചില സ്കൂളിൽ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത പുത്തൂർ സ്കൂളിലാണെങ്കിലും അവിടെയൊക്കെ 1 അവർ 2 അവേഴ്സ് എടുത്താൽ പോലും കുട്ടികൾ ഒട്ടും മടുപ്പ് കാണിക്കില്ല. സാധാരണ അല്ല, ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഉണ്ട്. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ആക്ടിവിറ്റി ഒക്കെ കൊടുത്തിട്ട് ഇവരെ ഒന്ന് എനർജൈസ് ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിൽ പരമ ബോറായി പോകും ക്ലാസ്. അപ്പൊ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള അധ്യാപകർക്കാണ് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് മുറികളാക്കി മാറ്റാൻ സാധിക്കുള്ളൂ. 2 എന്ന് പറയുന്നത്, കോവിഡിന് മുമ്പൊക്കെ ആണെങ്കിൽ എന്റെ വിഷയം കെമിസ്ട്രി ആണല്ലോ, ഞാൻ NCERT ടെക്സ്റ്റ് കുട്ടികളെ കൊണ്ട് വാങ്ങിപ്പിക്കും. എന്റെ ക്ലാസ്സിന്റെ രീതിയാണെങ്കിലും ഞാൻ പറയുന്നത് കുട്ടികൾ അതാത് സമയം കുറിച്ചെടുക്കണം. അപ്പൊ ഞാൻ കാണുന്ന ഒരു കാര്യം, ഒരു സംഗതി കേട്ട് മനസ്സിലാക്കി കുറിച്ചെടുക്കുന്നതോടുകൂടി കുട്ടി പഠിക്കും എന്നുള്ളതാണ്. അപ്പൊ നല്ല ശ്രദ്ധയോടെ ഇരുന്നാലേ ഇത് കുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം കൂടുതൽ സ്വപ്നങ്ങളിലേക്കൊന്നും പോകാണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും അവരോട് തന്നെ ഫ്രണ്ട്ലി ആയ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഒരു സെൽഫ് ഡിപ്പെൻഡന്റ് ആകും എന്നുള്ളതാണ്. അപ്പൊ വീട്ടിൽ ചെന്നിരുന്നിട്ട് അതേ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുകയും വേണം. അപ്പോൾ ടെക്സ്റ്റ് ഒക്കെ വലിയൊരു ടെക്സ്റ്റ് ഒക്കെ വായിച്ച് അതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് എടുക്കാനുള്ള പേഷ്യൻസ് അന്ന് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ആ കുട്ടികൾക്ക് ആ ക്ഷമയില്ല. ഇവർക്ക് ക്രിസ്പ് ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഷോർട്ട് ആയിട്ടുള്ള സംഗതികൾ വേണം. അത് വീഡിയോ ആണെങ്കിലും അതെ, നിങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽ എന്നാണ് അവരിപ്പം പറയുന്നത്, മെറ്റീരിയൽ ആണെങ്കിലും അതെ, എല്ലാം അതെ. അപ്പൊ ഈ പ്രാവശ്യം എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് വിക്ടേഴ്സിലൊക്കെ എടുക്കാൻ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ആദ്യം തന്ന നിർദ്ദേശം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ക്ലാസ്സേ പാടുള്ളൂ എന്നാണ്. അത് 21 ആവരുത്, 20 മിനിറ്റ്സ് ക്ലാസ്സുകൾ മാത്രം എടുക്കണം. അപ്പൊ അതിന് കണക്കാക്കി കറക്റ്റ് ആക്കിയിട്ടായിരുന്നു അന്ന് ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് അവർ പറഞ്ഞ കാര്യം ഇതാണ്, അതിനപ്പുറത്തേക്ക് ശ്രദ്ധ കുട്ടികൾക്ക് ഉണ്ടാവില്ല.
പ്രത്യേകിച്ച് ഓൺലൈനിലാകുമ്പോൾ തീരെ ഉണ്ടാവില്ല. അപ്പൊ അത് ഒരു വലിയ മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതേ സമയം ഒരുപാട് ഗുണാത്മകമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ട്. അവർക്ക് നന്നായിട്ട് ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാം, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ അറിയാം, അവര് പുതിയ ലോകത്തെ, വലിയ ലോകത്തെ കാണുന്നവരാണ്, ആളുകളെ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ അതൊക്കെ കൗമാരകാലത്ത് ചില വൾണറബിലിറ്റി ഉണ്ട് എങ്കിലും പൊതുവെ കുട്ടികൾ ഒരു പക്ഷെ പഴയ തലമുറയെക്കാളും ഒരു പടി മേലെ നിൽക്കുന്നവരാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. ഈ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ കുറിച്ചിട്ട്, നമ്മളെ ടീനേജേഴ്സിനെ കുറിച്ച് ഭയങ്കര അലമ്പന്മാരാണെന്നാണ് നമ്മളുടെ ഒരു മൊത്തത്തില് നമ്മുടെ ഒരു പൊതുസമൂഹം പറയാറുള്ളത്. പ്രത്യേകിച്ച് ന്യൂജൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ദീപക് എന്താ തോന്നുന്നത്? ഓരോ കാലത്തും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാണ്ട് അലമ്പന്മാരാണ് എന്ന് എനിക്ക് ഒരു പക്ഷെ ഇപ്പൊ വന്ന കുട്ടികളോട് പോലും അങ്ങനെ ഒരു മതിപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എനിക്കെന്തോ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള, എനിക്ക് സംവദിക്കാൻ പറ്റുന്ന കുട്ടികളായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരു പക്ഷെ അത് നമുക്ക് അവരോടുള്ള ഒരു സമീപനം പോലെ ഇരിക്കും. നമ്മൾ ജഡ്ജ്മെന്റൽ ആവാതെ, നേരത്തെ ഒരു മുൻധാരണയോട് കൂടി സമീപിക്കാതെ, അവർക്ക് അവരുടെ നീഡ് മനസ്സിലാക്കി നമ്മൾ അവരോട് ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അത് ആ തരത്തിലുള്ള ഒരു കമന്റ് വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുട്ടികളല്ലേ, അവരുടെ ബ്രെയിനും പൂർണ്ണ അർത്ഥത്തിൽ വലുതായിട്ടില്ല, പാകമായിട്ടില്ല. നമ്മൾ പറയും ഈ ഭാഗം ഉണ്ടല്ലോ, ഫ്രോണ്ടൽ ഭാഗം, അതാണ് ഒരു തലച്ചോറിന്റെ ഏറ്റവും യുക്തിസഹമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭാഗം. അത് കൗമാരകാലത്ത് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കാണിക്കുന്നതിൽ ചെറിയ കുറുമ്പും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ കൗമാരം വിടുമ്പോഴേക്കും ഇത് മാറിപ്പോകും. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ കുറച്ചും കൂടെ സ്നേഹിക്കാൻ പറ്റും. ആ സ്നേഹം അവർക്ക് പിന്നെ സംവേദനമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലമ്പ് നമ്മളെടുത്ത് കാണിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം കുട്ടികൾക്കിടയിൽ ദീപ പറയൂ. ആ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും എനിക്കില്ല. കാരണം അലമ്പന്മാരാണ് എന്ന് അങ്ങനെയാണെങ്കിൽ ഈ വർഷം വന്ന കുട്ടികളോടൊക്കെ നമുക്കത് തോന്നേണ്ടതാണ്. സ്കൂൾ പോലും മാറി, ഞാൻ ഈ വർഷം പുതിയ സ്കൂളിലേക്ക് മാറി. അവിടെയും എനിക്ക് ആ ഒരു തരത്തിൽ കുട്ടികളോട് ആ ഒരു കമന്റ് എനിക്കില്ല എന്നുള്ള. നമ്മുടെ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം വല്ലാതെ കൂടുന്നു എന്നൊക്കെ മന്ത്രിയും അതുപോലെ മീഡിയയും ഒക്കെ ഇങ്ങനെ കുറച്ചു നാളായിട്ട് വല്ലാതെ പറയുന്നുണ്ട്. ദീപയുടെ ഒരു അനുഭവത്തില് അതങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അതൊരു ആ ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ എനിക്ക് കൃത്യമായ ഒരു ഉത്തരം ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊരു കാര്യം പറയുമ്പം ഒരു ഡാറ്റ വെച്ചുകൊണ്ടായിരിക്കണമല്ലോ പറയുന്നത്. അങ്ങനെ ഒരു ഡാറ്റ ഇതുവരെയുള്ള എൻ്റെ ഒരു കരിയറിൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. കൂടിയതായിട്ടുള്ള ഒരു രേഖയുമില്ല. മീഡിയ ഒക്കെ ഇപ്പം റഷീദിന് തന്നെ അറിയാം, മീഡിയ ഒക്കെ ഇഷ്ടംപോലെ അത്തരം വാർത്തകൾ കൊടുക്കുന്നുണ്ട്. പലരും ഈ ലഹരി വേട്ടയുമായിട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആകെ പേടിപ്പെടുന്ന ഒരു കുട്ടി തന്നെ എന്നോട് പറഞ്ഞൊരു അനുഭവം ഉണ്ട്. ഒരു മോൻ എന്നോട് പറയാണ്, ടീച്ചർ ഇനി എൻ്റെ ബ്രദറിനെ ഒന്നും സ്കൂളിൽ പഠിപ്പിക്കില്ല എന്നാണ് എൻ്റെ ഉപ്പ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോനെ അങ്ങനെ? ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഇപ്പൊ ആകെ പേടിയാണ്. കാരണം നാട് മുഴുവൻ ലഹരിയാണ്, മുക്കിലും മൂലയിലും ലഹരിയാണ്. എൻ്റെ മോൻ ലഹരിയായാൽ ഞങ്ങളെയൊക്കെ തലക്കടിച്ച് കൊല്ലുന്ന ഭീകരതയൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല എന്നാ പറഞ്ഞെ. അപ്പൊ ഞാൻ പറഞ്ഞു, മീഡിയ വിടുന്ന ന്യൂസ് ഒറ്റപ്പെട്ട ന്യൂസ് അല്ലേ? അപ്പോ അതിൽ എത്രയോ ശതമാനം ആളുകൾ മനോഹരമായി ജീവിച്ച് സ്കൂൾ അന്തരീക്ഷത്തിലൂടെ മികച്ച വ്യക്തികളായിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്കൊന്നും പോകരുത്. ആ പേടിപ്പെടുത്തുന്നത് ആ ന്യൂസ് മാത്രം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണുന്നോണ്ടാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഏപ്രിൽ മാസത്തില് നമ്മുടെ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു സർവേ നടത്താൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. അത് എത്രത്തോളം മുന്നോട്ട് പോയി ഇപ്പൊ എനിക്കറിയില്ല. അന്ന് ആ സമയത്ത് അവരുടെ ഒരു ഈ ആശയ രൂപീകരണ സമയത്ത് കുറച്ച് അധ്യാപകരും സൈക്കോളജിസ്റ്റ്, അതേപോലെ സൈക്കാട്രിസ്റ്റുകള്, PTA പ്രസിഡന്റുമാര്, കുട്ടികളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെ അവർ വിളിച്ച് പലതരത്തിൽ അവരുടെ ക്വസ്റ്റ്യനിയർ വെച്ചിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആരും തന്നെ സൈക്കോളജിസ്റ്റുകളാണെങ്കിൽ കേസ് വർദ്ധിച്ചതായോ, സൈക്കാട്രിസ്റ്റുകളാണെങ്കിൽ ഈ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് ഇവരധികം വന്നതായോ, അധ്യാപകർ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ കണ്ടതായോ റിപ്പോർട്ടില്ല. കുട്ടികൾ അങ്ങനെ കേൾക്കുന്നു ഇങ്ങനെ കേൾക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ വലിയ ഒരു ഡാറ്റയോ രേഖകളോ നമുക്ക് മുന്നിൽ വെക്കാനില്ല. നേരത്തെയും ലഹരി ഉണ്ടായിരുന്നു, അതിന്റെ രൂപം മാറി. ഇപ്പം രാസലഹരിയായി എന്നുള്ളതാണ് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു വലിയ വിഷയം. അവിടെയാണ് നമ്മൾ കൂടുതൽ ജാഗ്രതപ്പെടുന്നത്.
പക്ഷെ അപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത കുറെ സംഗതികളുണ്ട് അല്ലെ. MDMA പോലുള്ളതൊക്കെ ഒത്തിരി പലയിടങ്ങളിൽ നിന്ന് വലിയ കോടികളുടെ പിടിക്കുന്നു. പക്ഷെ ഇതെവിടെ പോകുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയാത്തതിന്റെ പ്രശ്നമൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് തോന്നിയത്, എനിക്ക് ഇപ്പോഴും രേഖയില്ലാത്തതുകൊണ്ട് തന്നെ കൂടി എന്നുള്ള ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. ഞാൻ പറയുന്ന ഒരുപക്ഷെ എന്റെ മാത്രം ഒരു വിശ്വാസത്തിൽ നിന്ന് വരുന്നതായിരിക്കാം. ഞാനത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പം ഒരുപാട് വാർത്തകൾ വരാറുണ്ട് സ്കൂളുകളിൽ കുട്ടികളുടെ അടുത്തുനിന്ന് ഈ പലതരത്തിലുള്ള ഡ്രഗ്സ് പിടികൂടി എന്ന് പറയുന്ന വാർത്തകള്. പോലീസ് പറയാറുണ്ട്, പോലീസ് അതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള വളരെ ഇതിന് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ അങ്ങനെ പറയാറുണ്ട്. സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും ഒക്കെ പല ചാനൽ ചർച്ചകളിലൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അധ്യാപകരും ഹെഡ് മാസ്റ്റർമാരൊക്കെ ഇതേപോലെ തന്നെ, കാരണം അവരവരുടെ സ്കൂളിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ. പക്ഷെ ഇതൊന്നും നമുക്ക് സാമാന്യവൽക്കരിച്ച് പറയാനോ എല്ലാ സ്കൂളും ഇങ്ങനെയാണെന്ന് പറയാനോ ഒന്നും കഴിയൊന്നുമില്ല. ഞാൻ അതുകൊണ്ടായിരുന്നു എന്റെ ഒരു ചോദ്യം. ഞാൻ വേറൊരു ചോദ്യമാണ് അത്. ഇപ്പം ഇതിപ്പോ ഈ ഒരു ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ ലഹരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയൊരു യാഥാർത്ഥ്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണത്. അപ്പം അങ്ങനെ ഈ കുട്ടികളുടെ ലഹരി ഉപയോഗം അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ പാരന്റ്സിന് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? പാരന്റ്സിന് തന്നെയാണ് റഷീദ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അവിടെ നമ്മൾ കതിരിലല്ല വളം വെക്കേണ്ടത്, റൂട്ടിലാണ്. അതായത് ഒരു കുട്ടിയെ വളർത്തുന്ന രീതിയിലാണ് ഒരു ശ്രദ്ധ വേണ്ടത്, അല്ലെങ്കിൽ വീടന്തരീക്ഷത്തിലാണ് മാറ്റം കൊണ്ടുവരുന്നത്. നമ്മൾ കൂടുതൽ സൗഹാർദ്ദ അന്തരീക്ഷം വീടുകളിൽ ഉണ്ടായിരിക്കുക, എന്തും പറയാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടാവുക, ഏത് പ്രയാസങ്ങളെയും വെന്റിലേറ്റ് ചെയ്യാൻ സാധിക്കുക, എന്ത് പറഞ്ഞാലും ആദ്യം തന്നെ എടുത്തു ചാടി കുറ്റപ്പെടുത്താതെ മുഴുവൻ കേട്ട ശേഷം മനസ്സിലാക്കി മാത്രം തിരുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പം, അതുപോലെ ആദ്യം സ്നേഹം അനുഭവപ്പെടണം. നമ്മൾ പറയില്ലേ, സ്നേഹം മുമ്പൊക്കെ ആണെങ്കിൽ എല്ലാം ഉള്ളിലുണ്ട്, സ്നേഹം പുറത്ത് കാണിക്കില്ല. അങ്ങനെയുള്ള സ്നേഹത്തിന് വലിയ ഒരു വിലയില്ലാന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. സ്നേഹം കാണണം, അറിയണം, തൊട്ടറിയണം. അങ്ങനെ അത് കുട്ടിയുടെ തലത്തിൽ നിന്ന് ചിന്തിക്കാൻ പറ്റുന്ന രക്ഷിതാക്കള് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കുറയ്ക്കും. കാരണം നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എങ്കിൽ, അത് പറയാനൊരു ഇടമുണ്ട് എങ്കിൽ, ഇത് സന്തോഷം തേടിയാണല്ലോ പോകുന്നത്. അല്ലെങ്കിൽ കൽപ്പറ്റ നാരായണ മാഷൊക്കെ പറയുന്നില്ലേ, ഒരു പുകകൂടി എന്ന് പറയുന്ന ഒരു കവിതയിലെ അദ്ദേഹം പറയുന്നുണ്ട്, ആശ്വാസങ്ങളില്ലാത്തൊരു മനുഷ്യന് ദുശീലത്തോളം ഉതകുന്ന മിത്രമുണ്ടോന്ന. അപ്പൊ ആശ്വാസങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആശ്വാസങ്ങൾ ഉണ്ടാക്കാൻ ഏതൊരു മനുഷ്യനും, നമുക്ക് നമ്മളോട് തന്നെ മതിപ്പുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അറിയാം. നമ്മുടെ സവിശേഷതകള്, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ അറിയുമ്പോൾ നമുക്ക് നമ്മളോട് മതിപ്പും നമ്മളോട് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന ഒരാൾക്കേ സന്തോഷം ഉണ്ടാവുള്ളൂ. അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവും, അവരെന്ത് ചെയ്താലും അത് വിജയത്തിലെത്തും. അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും അവർ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത കുറയും. കൂടുതൽ കൂടുതൽ നമ്മൾ ഈ നല്ലതിനെ, അല്ലെങ്കിൽ നന്മയെ, പോസിറ്റീവായ ക്വാളിറ്റിയെ പരിശീലിപ്പിക്കുമ്പോൾ ആ ഇല്ലാത്തതിനെ, ദൗർബല്യങ്ങളെ നമ്മൾ മറന്നുപോകും. അപ്പൊ അത്തരം ആളുകൾ ആശ്വാസം തേടി ഒരിക്കലും ഈ ചീത്തയിലേക്ക് വഴിമാറില്ല എന്നുള്ളതാണ്. ഈ ജീവിതമാണ് ലഹരി എന്നുള്ള ഒറ്റ വാക്കിനൊന്നും ഒരർത്ഥവും ഇല്ലാത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. എങ്ങനെയാ ഇത് ലഹരി ആക്കേണ്ടത്, എങ്ങനെയാ ഈ ജീവിതത്തെ നമ്മൾ ലഹരി ആക്കേണ്ടത്, അവിടെയാണ് നമുക്ക് ഉത്തരം ഉണ്ടാവേണ്ടത്. അല്ലാതെ ഒരു വാചകം അവിടെ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. പാരന്റ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഏതൊരു പാരന്റും ആഗ്രഹിക്കുന്നത്, എന്റെ കുട്ടി ഏറ്റവും നന്നായി പഠിച്ച് ഫുൾ A+ വാങ്ങി ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച്, വിദേശത്താണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ജോലി സ്വീകരിക്കുക, ആ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ്. അപ്പൊ അതിൽ കുറഞ്ഞതൊന്നും തൃപ്തിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. മറ്റ് ഒരു കഴിവും, മറ്റ് എത്ര തന്നെ കഴിവ് കുട്ടിക്കുണ്ടെങ്കിലും ഇതിലൊന്ന് താണുപോയാൽ ഒന്നിനും കൊള്ളാത്ത ആളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഒന്നിനും കൊള്ളാത്ത എന്നുള്ള വാക്ക് പലരും ഉപയോഗിക്കുന്നുണ്ട്, ഒന്നിനും കൊള്ളാത്ത. അതുപോലെ നിരന്തരം കുറ്റപ്പെടുത്തുക, അതൊക്കെ കുട്ടിയെ ശത്രുപക്ഷത്താണ് നിർത്തുക. അങ്ങനെ ശത്രുപക്ഷത്തിരിക്കുന്ന കുട്ടി എപ്പോഴും ഏത് നിമിഷവും ഇത്തരം ഇടങ്ങളിലേക്ക് പോകാനുള്ള വലിയ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കുട്ടി ജനിച്ച ഉടനെ, മൈൻഡ് പവർ സയൻസിലെ വിദഗ്ധരായ ആളുകളൊക്കെ പറയുന്നത്, ആ കുട്ടിയിൽ 9 വ്യത്യസ്ത ഗുണങ്ങൾ ഉണ്ടാവും അത്രേ. ഈ 1, 2, 3 അല്ല, 9 എണ്ണമാണ്. ഒരുപക്ഷെ നമ്മൾ പോലും ഇത്രയും വളർന്നിട്ടും നമ്മൾ പോലും നമ്മുടെ ഒരു കഴിവ് പോലും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല.
അപ്പൊ ഈ കഴിവിൽ ഒരെണ്ണമെങ്കിലും കണ്ടുപിടിച്ച് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ, നമുക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മെൻഡറാവാൻ സാധിച്ചാൽ, ആ കഴിവിൽ പ്രപഞ്ചത്തിൽ മറ്റൊരാളില്ലാത്ത വിധം നമ്മൾ വലുതാവത്രേ. അങ്ങനെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇടങ്ങളിൽ ഏറ്റവും എക്സൽ ചെയ്യാനും മറ്റുള്ള ആളുകൾക്ക് പോലും മോഡലാവാനൊക്കെ സാധിക്കും. ഇങ്ങനെ സമ്മർദ്ദങ്ങൾ കുറയുമ്പം, കൂടുതൽ സ്വാസ്ഥ്യം ഉണ്ടാകുമ്പം തീർച്ചയായിട്ടും ഈ രാസലഹരിയൊന്നും നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ പോലും ഒരു പക്ഷെ നോ പറയാൻ കുട്ടികൾക്ക് പ്രാപ്തി ഉണ്ടാവും. ഈ അല്ലാത്തടത്തൊക്കെ നമ്മുടെ പറഞ്ഞോളൂ റഷീദ്. ദീപക്, നമ്മുടെ കുട്ടികള് വിദേശത്തേക്ക് പോവാനൊക്കെ ഭയങ്കരമായിട്ട് സ്വപ്നം കാണുകയും ആഗ്രഹിക്കുകയും എന്നിട്ട് പലതരം ഏജൻസികളുടെ അടുത്തൊക്കെ പോവുകയും എന്നിട്ട് ലോണൊക്കെ എടുത്ത് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണത്. അത് വളരെ വലിയ തരത്തിൽ അതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ വരികയും ചെയ്യാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ഈ വേറെ നാടുകളിലേക്ക്, വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നത്? ദീപക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഇവിടെ പലതരത്തിൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ലോകം നമ്മൾ ഇട്ടുകൊടുക്കാറില്ല. പലയിടത്തും അവരുടെ സ്വാതന്ത്ര്യത്തിന് കൈകടത്തുന്ന പലതരം സദാചാര പോലീസിംഗ് ഉണ്ട്. ഒരുപക്ഷെ ഞാനിവിടെ പറഞ്ഞാൽ പോലും അതൊരു വിവാദമായേക്കാവുന്ന ചില സംഗതികളായിരിക്കും. ഒരു വലിയ വിഷയം തന്നെയാണത്. അവർ കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് അവരുടെ പ്രൈവസി, മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റിലും ഒരുപാട് പേരുണ്ട്. ഒരാളെയും ജീവിക്കാൻ വിടൂല, അവരും ജീവിക്കില്ല, അവരെ മറ്റൊരാളെ ജീവിക്കാനും വിടില്ല. അത് എല്ലാ തലത്തിലും അവരിടപെടുന്ന പല ഇടങ്ങളിലും അത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അവര് കുറെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ, അവരെ ജഡ്ജ് ചെയ്യാതെ അവർ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് ജീവിക്കാൻ വേണ്ടി ആയിരിക്കണം പുറത്തേക്ക് അവർ പോകുന്നത്. അവരിഷ്ടപ്പെട്ട ഒരു ജീവിതം, അത് ഒരേ ഒരു ജീവിതമേ നമുക്കുള്ളൂ. അത് ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാന്ന് ഏതൊരാളുടെയും ഒരു ആഗ്രഹമാണ്. ഒരിക്കലും കുറെ കാലം ജീവിച്ച് പിന്നീട് നമുക്ക് തിരിച്ചു വരാനൊന്നും, കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ജീവിക്കായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. അതായിരിക്കണം അവര് പുറത്തു പോകാനുള്ള ഒരു ചാൻസ്, അല്ലെ ഒരു സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. അഡോളസെൻസിന്റെ മാനസികാരോഗ്യമാണ് ദീപയുടെ ഇഷ്ടപ്പെട്ട വേറൊരു വിഷയം. എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ദീപ അതിനെ കാണുന്നത്? മാനസികാരോഗ്യം എല്ലാ കാലത്തും എപ്പോഴും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഏതൊരു ജോലിയിലും ഏറ്റവും അടിസ്ഥാന യോഗ്യതയായിട്ട് ഈ മാനസികാരോഗ്യം വരും. ഏതൊരു ജോലിയും ഡിമാൻഡ് ചെയ്യുന്ന ഒരു പക്ഷേ മാനസികാരോഗ്യമായിരിക്കും. മാനസികാരോഗ്യമുള്ള വ്യക്തികളെ ആയിരിക്കും ഏതൊരു കമ്പനിയും ജോലിക്ക് എടുക്കാൻ സാധ്യത. കാരണം പെട്ടെന്നൊരു ക്രൈസിസ് വരുമ്പം ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കണം, ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം, സ്ട്രെസ്ഫുൾ കണ്ടീഷൻ വന്നാലും അതിനോട് കോപ്പ് ചെയ്യാൻ സാധിക്കണം, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെയുള്ള സ്മാർട്ടായിട്ടുള്ള ആളുകളെ തന്നെയാണ് ഏതൊരു സൊസൈറ്റിക്കും ആവശ്യം, ഏതൊരു ജോലിക്കും ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാകണമെങ്കിൽ മെന്റൽ ഹെൽത്ത് ഉണ്ടാവണം. മെന്റൽ ഹെൽത്ത് പോരാ, ഫിസിക്കൽ ഹെൽത്തും കൂടെ വേണം. സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡി എന്നാണല്ലോ. രണ്ടും ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുണ്ടാവുള്ളൂ. നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിലേ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും എല്ലാ കാലത്തും ഏതൊരു വ്യക്തിക്കും അത്രമേൽ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കൂടുതൽ സ്വാസ്ഥ്യമാണ്, അല്ലെങ്കിൽ സമാധാനമാണ്, സന്തോഷമാണ്. ഇതൊക്കെ മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ മാനസിക ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുള്ളൂ, സ്വയം തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഈ ഒരു കാലത്ത് അത് കൂടുതൽ പ്രാധാന്യമുള്ളതുമാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മുടെ ആളുകൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഒക്കെ സ്വീകരിക്കുന്നതിനെ ഭയക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് നമ്മുടെ കുട്ടിക്ക് ഒരു മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെന്നൊക്കെ തോന്നുന്ന ഘട്ടങ്ങളിൽ പോലും അതിനെ തിരിച്ചറിയാതെ അതൊരു നാണക്കേടായിട്ടും, അല്ലെങ്കിൽ ഈ ഡോക്ടറെ കാണുന്നതൊക്കെ ഒരു ഭയങ്കര മോശം കാര്യമായിട്ടൊക്കെ കാണുന്ന, എന്താണ് ദീപക് അതിനെ കുറിച്ച് അഭിപ്രായം? വളരെ വളരെ ശരിയാണ് റഷീദ്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി അസുഖം ബാധിച്ച് മിനിമം 1.5 വർഷമെങ്കിലും കഴിഞ്ഞിട്ടത്രേ ഇവര് ക്ലിനിക്കിൽ സഹായം തേടി വരുന്നുള്ളൂ. അതുവരെ ഇവർ ഡിലേ ചെയ്യാണ്, പലതരത്തിലാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു പരിമിതി എന്ന് പറയുന്നത്, എവിടെയാണ് എപ്പോഴാണ് ഈ മാനസികാരോഗ്യം നഷ്ടപ്പെടുന്നത്, ഏതാണ് ലക്ഷണങ്ങൾ എന്ന് ആളുകൾക്ക് അറിയില്ല. എവിടെയാണ് നമ്മൾ സഹായം സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായ ബോധ്യമില്ല. അത് കൂടുതൽ നമ്മൾ പറഞ്ഞ് പബ്ലിക്കിലേക്ക് അവയർനെസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ദീപ? പറയാം റഷീദ്.
രണ്ടാമത്തെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞത് പറയുകയാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു അസുഖം വന്നാൽ, ഒരു പനി വന്നാൽ നമ്മൾ ഉടനെ ഒരു ഫിസിഷ്യനെ കാണിക്കും. എന്നാൽ നമുക്ക് ഇതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഒരു ഡിപ്രഷൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു BPAD ഉണ്ടായാൽ, ഇനി മറ്റെന്തെങ്കിലും ഡിസോർഡർ ഉണ്ടായാൽ, നമ്മൾ പക്ഷേ ഡോക്ടർ കാണിക്കാറില്ല. കാണിക്കുമ്പോൾ നമുക്കതൊരു വലിയ അഭിമാന പ്രശ്നം പോലെയാണ്. എനിക്കൊരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് വലിയ ആകെ പ്രശ്നമാണ്. നമ്മളൊരു കുട്ടിയെ അങ്ങനെ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ട് രക്ഷിതാക്കളോട് പറയുമ്പോൾ തന്നെ, എന്റെ മോന് ഭ്രാന്തൊന്നുമില്ല, എന്റെ മോനെ കൗൺസിൽ ചെയ്യണ്ട എന്നാണ് ആദ്യം പറയുന്നത്. ഇവർക്ക് ഭ്രാന്ത് എന്നുള്ള ഒറ്റ ഒരു തരത്തിലാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങളെല്ലാം കൂടെ കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. നേരത്തെ കാണിച്ചാൽ വലിയൊരു ശതമാനം, 100% ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഡിലേ ചെയ്യുന്നത്. നോർമലായിട്ട് നമ്മൾ അസുഖം ശാരീരിക അസുഖം വന്നിട്ട് ഡോക്ടറെ കാണുന്ന അതേ ഒരു നിസ്സാരതയിൽ വളരെ നോർമലായിട്ട് ഇതിനെയും കൂടെ കൈകാര്യം ചെയ്യണം, കണക്കാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ലക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ചില ലക്ഷണങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന വിഷാദം. വിഷാദം എന്ന് പറയുമ്പം ഒറ്റയായിട്ട് ജീവിക്കുക, ഒറ്റപ്പെട്ടിരിക്കുക, ലോൺലിനെസ് അനുഭവപ്പെടുക, നമുക്ക് സ്വയം മതിപ്പില്ലാതിരിക്കുക, വെർത്ത്ലെസ്നെസ്, ഞാൻ ഉണ്ടായിട്ടൊരു കാര്യവുമില്ല, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, എൻ്റെ സെൽഫ് എസ്റ്റീം ഒക്കെ ഇല്ലാണ്ടായി പോവുക. അങ്ങനെ വന്നാൽ അതൊരു പ്രശ്നമാണ്. അതിൽ ജീവിച്ചിട്ടേ കാര്യമില്ല, ഞാൻ മരിച്ചു കളയുന്നതാണ് നല്ലത്, സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകുക. അതേപോലെ തന്നെ ഉറക്കം ഇല്ലാണ്ടിരിക്കുക, ഭക്ഷണത്തോട് താല്പര്യം ഇല്ലാണ്ടിരിക്കുക. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നേരത്തെ വലിയ ഇഷ്ടത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളോടൊക്കെ ഒരു ഇഷ്ടവും ഇല്ലാതെ, അതിനോടൊന്നും നമുക്ക് താല്പര്യമില്ല. നല്ല സിനിമയൊക്കെ കാണുന്ന ആളാണെങ്കിൽ സിനിമ കാണാൻ താല്പര്യമില്ല. അങ്ങനെ നന്നായി ഭക്ഷണം കഴിക്കുന്ന ഒരാളെ ഭക്ഷണത്തിനോടെ താല്പര്യമില്ല, ഞാൻ ജീവിച്ചിരുത്തിൻ്റെ കാര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള തോട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഒറ്റപ്പെട്ട് കഴിയുകയാണെങ്കിൽ, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ, അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒന്നാണ്. ഇപ്പൊ ലഹരി കൂടെ ഒപ്പം വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതിലേത് എന്നുകൂടി തിരിച്ചറിയേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഒരു കുട്ടി ഇപ്പം ഒരുപാട് പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഈ കാര്യത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുക? രക്ഷിതാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. അത് 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്നുണ്ട് എങ്കിൽ കാണിക്കേണ്ടത് തീർച്ചയായിട്ടും സൈക്കാട്രിസ്റ്റിനെയാണ്. നമ്മൾ പക്ഷെ ആദ്യം പോകും സൈക്കോളജിസ്റ്റിനെ എടുത്താൽ. സൈക്കോളജിസ്റ്റ് അത് തന്നെ എക്സ്പേർട്ടായ ആളാണോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കില്ല. നമുക്ക് അവൈലബിൾ ആയ ഒരാളെ കാണിക്കും. ഒരുപക്ഷെ അയാൾ തന്നെ എല്ലാം മാറ്റിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് വേഴ്സ് ആക്കിയിട്ടായിരിക്കാം അടുത്തതിലോട്ട് പോകുന്നത്. ഇത് ശാസ്ത്രം പറയുന്നത് ആദ്യം സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയും അവര് ഡിസ്ക്രിമിനേറ്റ് ചെയ്യും, ഏതിലേക്കാണ് പോകേണ്ടത്, സൈക്കോളജി മതിയോ അല്ല സൈക്കാട്രി മെഡിക്കേഷൻ തന്നെ വേണോ. ആ രൂപത്തിൽ ഏറ്റവും പ്രൊഫഷണലിസം ഉള്ള ആളുകളുടെ അടുത്തേക്ക് മീറ്റ് ചെയ്യാന്നുള്ളത് ഏറ്റവും ആദ്യം പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വീടന്തരീക്ഷം അവിടെ ഉണ്ടാവണം. ലഹരി പോലുള്ള കാര്യങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന്, അവരുടെ കൂട്ടുകെട്ടുകൾ ആരൊക്കെയാണ് എന്ന്, അവർ ഒരുപാട് സമയം ആവശ്യമില്ലാതെ ബാത്റൂമുകളിൽ ചെലവഴിക്കുന്നുണ്ടോ എന്ന്, അവരുടെ പല്ലിലോ കണ്ണിലോ വരുന്ന മാറ്റങ്ങള്, അവരുടെ റൂമുകളിൽ ഇതുപോലെ നമ്മൾ സാധാരണഗതിക്ക് കാണാത്ത എന്തെങ്കിലും വസ്തുക്കൾ, ഇതൊക്കെ രക്ഷിതാക്കൾ കൂടി അറിഞ്ഞിരിക്കേണ്ട സംഗതികളാണ്. ദീപ ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുന്ന ഒരാളാണ്, പഠിച്ച ഒരാളുമാണ്. അപ്പം എന്താണ് ഈ ലൈഫ് സ്കിൽസ്, എന്താണ് അതിനുള്ള ഒരു പ്രാധാന്യം? റഷീദ്, ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ജീവിത നൈപുണി അല്ലെങ്കിൽ ജീവിത നൈപുണി വിദ്യാഭ്യാസം എന്ന് നമ്മൾ പറയാം. അതൊരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 10ഓളം ലൈഫ് സ്കിൽസിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതില് പ്രശ്നപരിഹാര ശേഷിയുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി, സ്വയം തിരിച്ചറിവ്, ആശയവിനിമയം നടത്താനുള്ള കഴിവ്, സ്ട്രെസ്സിനോടും ഇമോഷൻസിനോടും കോപ്പ് ചെയ്യാനുള്ള കഴിവ്, എമ്പതി, അനുതാപം തുടങ്ങിയ ധാരാളം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ആളുകളുമായിട്ട് സൗഹൃദപ്പെടാനുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെയാണ് WHO മുന്നോട്ട് വെക്കുന്ന ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഒരാളെ ശക്തിപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിനെ ഒരു ബിഹേവിയറൽ വാക്സിൻ എന്നാണ് നമ്മൾ പറയാം. നമ്മൾ അസുഖം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ പോലെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി, വൺസ് നമ്മൾ ഡൗൺ ആയാലും വീണ്ടും പൊങ്ങി വരാനൊക്കെ നമ്മളെ സഹായിക്കുന്ന വാക്സിനാണ്
ജീവിത നൈപുണ്യം. ഇത് ഇന്റേണലൈസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് സംഗതി നമ്മൾ PV ഷാജികുമാർ പറഞ്ഞതുപോലെ ഒരാളെ നമുക്ക് എന്ത് ചെയ്താലും മാറാത്ത ആളുകളും ഉണ്ടാവും. ഒരുപക്ഷെ ഉള്ളിൽ അങ്ങനെ ഒരു സ്പാർക്കുള്ള ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു UP ക്ലാസ്സിൽ, അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളിലാണ് ഇത് കൊടുക്കേണ്ടത്. ഇത് കൊടുക്കുക കേരളത്തിൽ ഇപ്പം പിന്നെ സ്കൂളുകളിൽ കൊടുക്കുന്ന ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. കളിയിലൂടെയാണ് കാര്യം പറയുന്നത്. അപ്പോൾ ഭയങ്കര മനോഹരമായിട്ട് ഒട്ടും ബോറടിക്കാതെ നേരിട്ട് നമുക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്ന സംഗതികളാണുള്ളത്. അപ്പം ഒരു പ്രശ്നത്തിൽ പെട്ടുപോയാലും ഏറ്റവും ശരിയായ പരിഹാരങ്ങളിലേക്ക് നമുക്ക് എത്താൻ നമ്മൾ പൂട്ടും താക്കോലും പോലെയാണ്. പൂട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രശ്നമാണ്, താക്കോല് പരിഹാരമാണ്. പൂട്ടുണ്ടാക്കുന്ന സമയം തന്നെ താക്കോല് പണിയുന്നത് പോലെ ഒരു പ്രശ്നമുള്ളപ്പോൾ തന്നെ അതിന് പരിഹാരവും ഉണ്ട്. അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ട ഒരു വാചകമാണ്. എവറി പ്രോബ്ലം ദർ ഇസ് എ സൊല്യൂഷൻ എന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ, ഒരുപക്ഷെ നമുക്ക് ആ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരാളിലേക്ക് നമുക്ക് ആ റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരാളോട് സഹായം ചോദിക്കാൻ ഒക്കെ നമുക്ക് കഴിയുന്നത് അങ്ങനെയാണ്. അതുപോലെ സൗഹൃദങ്ങളുടെ പ്രാധാന്യം, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പറയുന്നതാണ്. എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാൾക്ക് പ്രശ്നം അധികരിക്കുകയുള്ളൂ. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരാൾ നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ അത് അലിഞ്ഞ് കുറഞ്ഞ് പകുതിയായി നേർത്തു പോകുന്ന പറയാം. അതേപോലെ മറ്റൊരാളുടെ ഇമോഷൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ, മറ്റൊരാളുടെ സൈഡിൽ നിന്ന് നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ, നമ്മൾ നേരത്തെ കണ്ട വലിയ പ്രശ്നം, നമ്മൾ നേരത്തെ കുട്ടികളെ കൊണ്ട് പറയുന്നുണ്ടല്ലോ അലമ്പന്മാരെന്ന്, അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാല്, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികക്ക് സാധിച്ചാല് നമ്മൾ കാണുന്ന ഭീകരമായ പ്രശ്നം അങ്ങ് ചെറുതായി പോകുന്നുള്ളതാണ്. അതായിരിക്കാം ഒരു പക്ഷെ ഞങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അവര് ഒരു കുറുമ്പ് കാണിച്ചാലും അവരെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് അത്ര വലിയ കുറുമ്പായിട്ട് തോന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരോടുള്ള ദേഷ്യം ഉണ്ടാവില്ല. കുറേം കൂടെ അവരെ നമുക്ക് ചേർത്ത് പിടിക്കാനൊക്കെ പറ്റും. അത് നമുക്ക് ലൈഫിൽ എല്ലായിടത്തും ഉപയോഗിക്കാം. ക്രിയേറ്റീവ് തിങ്കിങ്, മുഷിപ്പിക്കാതെ നമുക്ക് ചിലരില്ലേ മനോഹരമായി മറുപടികൾ പറയുന്നത്, വിയോജിപ്പുകളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾക്ക് മനോഹരമായി മറുപടി പറയും, പ്രശ്നം ഉണ്ടാക്കാതെ. അത് നല്ല ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആളുകൾക്ക് എളുപ്പം പറ്റും. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വിരസതയൊക്കെ മാറ്റാൻ ഈ ക്രിയേറ്റീവ് തിങ്കിങ് സഹായിക്കും. നമ്മുടെ നടപ്പിലാണെങ്കിലും ഇരിപ്പിലാണെങ്കിലും നമ്മുടെ വേഷത്തിലാണെങ്കിലും നമ്മുടെ ഭാഷയിലാണെങ്കിലും. എനിക്ക് തോന്നുന്നു ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാളുടെ ഭാഷയാണ് അയാളെന്ന് ഞാൻ വിചാരിക്കുന്നു. അയാൾ ഉപയോഗിക്കുന്ന ഭാഷ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്. എത്ര മനോഹരമായ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ആരെയും വേദനിപ്പിക്കാത്ത ഭാഷ ഒരാൾ ഉപയോഗിക്കുന്നു, ആ വ്യക്തിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു അത് എല്ലാവരും ഒരു പക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പൊ അങ്ങനെ അതൊക്കെ മെച്ചപ്പെടാൻ, അതുപോലെ നമുക്ക് പല സമയത്ത് പല ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്ട്രെസ്, ഇതിനെ നമുക്ക് പരിഹരിക്കണം. അതിന് എങ്ങനെ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് കോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ കോപ്പ് ചെയ്യാൻ സാധിക്കും? അത് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ലൈഫ് സ്കിൽ സെൽഫ് അവയർനെസ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം തിരിച്ചറിവാണ്. നമ്മളെ നന്നായിട്ട് തിരിച്ചറിഞ്ഞ് എൻ്റെ കഴിവുകൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ, എനിക്ക് എന്നോട് മതിപ്പുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമുണ്ട്. എനിക്ക് മറ്റുള്ളവരെ പരിഗണിക്കാൻ പറ്റും, എനിക്ക് പരിഗണിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവും. എൻ്റെ ഉള്ളിലുള്ള അസൂയ മറ്റ് സംഗതികളൊക്കെ ഇല്ലാണ്ടായി പോകും. അവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അപ്പൊ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് തീരും. അപ്പൊ അത്തരം ആളുകൾക്ക് പ്രശ്ന പരിഹാരവും കുറെ കൂടെ എളുപ്പമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാരിറ്റി ഉണ്ടാവും. ഇതൊക്കെ ആണ് ഒരു ലൈഫ് സ്കില്ലിനെ പറ്റി നന്നായിട്ട് പറയാൻ സാധിക്കുന്നത്. ഈ ദീപയെ സംബന്ധിച്ച് പാഠപുസ്തകത്തിലുള്ള ഒരു ജെൻഡർ ജസ്റ്റിസ് ദീപയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളുടെ കരിക്കുലത്തിലും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്സിലും ഈ പറയുന്ന പോലെ ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റി ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട് റഷീദ്. അത് പാഠപുസ്തകത്തിൽ മാത്രമല്ല, റഷീദ് ഉൾപ്പെടുന്ന മീഡിയയും കൂടെ എനിക്ക് തോന്നുന്നു. അത് ഓൺലൈൻ മീഡിയ മാത്രമല്ല, ചാനലുകൾ മാത്രമല്ല, പത്ര മാധ്യമങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് വിചാരിക്കുന്നു. നേരത്തെ ഞങ്ങൾ കോവിഡ് കാലത്ത് ഞാൻ മലയാളം പെൺകൂട്ടം അതേപോലെ തന്നെ ഈ വിങ്സ് കേരളയൊക്കെ ആയിട്ട് ഒന്നിച്ചു ചേർന്ന് കുറച്ച് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തില് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലുള്ള ടെക്സ്റ്റ് ബുക്കുകളെ ജെൻഡർ ഓഡിറ്റ് ചെയ്തിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം,
ഒരുപാട് ഇവരുടെ ഭാഷയിലാണെങ്കിലും ചിത്രങ്ങളിലാണെങ്കിലും ഒക്കെ ധാരാളം ഇതേപോലെ ജെൻഡർ ഇഷ്യൂസ് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഒരു വീട് നമ്മള് ചെറിയ കുട്ടികൾക്കാണല്ലോ ഈ വീടൊക്കെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ വീടൊക്കെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഇത് പഠിക്കുന്നതെന്ന് ഓർമ്മിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ പഠനം ഉണ്ടാകുന്നത് കാഴ്ചയിൽ നിന്ന്, കേൾവിയിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്നൊക്കെയാണ് ആദ്യത്തെ അറിവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ കാണുന്ന ഇതെന്ന് പറയുന്ന അച്ഛൻ കോലായിലിരുന്ന് പത്രം വായിക്കുന്നു, അമ്മയാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നു. കുട്ടി പഠിക്കുകയാണ് അവിടെ. അമ്മ അടുക്കളയിൽ ഇരിക്കേണ്ടവളാണെന്നും അച്ഛൻ പുറത്തിരിക്കേണ്ടവനാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നു. ഇപ്പൊ ഒരു ലിവിംഗ് റൂം കാണിക്കുവാണെങ്കിൽ ഫുട്ബോൾ പോലുള്ള കാഴ്ചകൾ കാണുന്ന ആൺകുട്ടിയും കാർട്ടൂൺ പോലുള്ളത് കാണുന്ന പെൺകുട്ടിയും, അതുപോലെ പുറത്ത് നിന്ന് കളിക്കുന്ന, പുറത്ത് ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടി, അകത്ത് ഡോളുണ്ടൊക്കെ അമ്മയായിട്ട് കളിക്കുന്ന പെൺകുട്ടി. ഇപ്പൊ ഒരു ഡൈനിങ് റൂം ആണെങ്കിൽ വിളമ്പിക്കൊടുക്കുന്ന അമ്മയും ഭക്ഷണം കഴിക്കുന്ന അച്ഛനും, ഇങ്ങനെയുള്ള കുറെ ജെൻഡർ റോൾസ് നേരത്തെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പഠിക്കുന്ന ഒരാള് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിലൂടെയാണല്ലോ നമ്മൾ പരിഷ്കരിക്കേണ്ടത്. ആ വിദ്യാഭ്യാസത്തിൽ എന്താ കാണുന്നത്? കൃത്യമായ വേർതിരിവുകളാണ്, വിവേചനമാണ്, അല്ലെങ്കിൽ ജെൻഡർ റോൾസ് ആണ്. വീട്ടിലിരിക്കേണ്ടതും ഒതുങ്ങിയിരിക്കേണ്ടതും ഭക്ഷണം പാകം ചെയ്യേണ്ടതും അമ്മയുടെ ഉത്തരവാദിത്വവും, പുറത്തേക്ക് പോകേണ്ടതും പത്രം വായിക്കേണ്ടതും ഫുട്ബോൾ കളിക്കേണ്ടതും ഒരു പുരുഷന്റെ ഉത്തരവാദിത്വമായിട്ട് മാറുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ എഴുത്തിലും നമുക്ക് കാണാൻ പറ്റും. ചരിത്രം ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പം മനുഷ്യൻ എന്നൊക്കെ പറയേണ്ടടുത്ത് അവൻ അവൻ എന്ന് ഒരുപാട് ഓർമ്മയുണ്ടാവും. അത് അതെ, നമ്മൾ പഠിച്ചതും അങ്ങനെ തന്നെ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളൊക്കെ ഈ അവൻ മാറ്റിയത്. നമ്മുടെയൊക്കെ മനസ്സിൽ ഇതുണ്ട്, കണ്ടീഷൻ ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അതുപോലെ ഈ അംഗനവാടിയിലൊക്കെ ഉള്ള ഒരു കവിതയുണ്ട്, ഒരു കുഞ്ഞു കവിതയാണ്. ഏറ്റവും ചെറിയ 3 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന കവിതയാ. നമ്മൾ ഈ സമദർശന ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ആ സാധനമൊക്കെ കൊണ്ടുപോകും. അപ്പൊ അതിലിങ്ങനെ ഒരു കുടുംബത്തെ വിവരിക്കുന്നുണ്ട്. ഏറ്റവും സന്തോഷമുള്ള ഒരു കുടുംബത്തെയാണ് അതിൽ വിവരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്റെ അച്ഛൻ, വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ എന്റെ അമ്മ, മുറ്റമടിക്കാൻ ചേച്ചി, കടയിൽ പോകാൻ ചേട്ടൻ. എന്റെ കുടുംബം ഇതാണല്ലോ സന്തോഷത്തിൻ പൊടിപൂരെന്നാണ്. അപ്പൊ അവിടെ 3 വയസ്സുള്ളൊരു കുട്ടിയും മനസ്സിലാക്കുവാണ് ഇങ്ങനെയൊക്കെയാണ് ഒരു കുടുംബം എന്ന് പറഞ്ഞാല്. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി പ്രയാസപ്പെടുന്നുണ്ടോ, ഇഷ്ടങ്ങളെയൊക്കെ സപ്രസ് ചെയ്ത് ഹനിച്ച് സ്വന്തം സെൽഫ് പോലും ഇല്ലാതെ വീട്ടിനകത്ത് 4 ചുവരിനുള്ളിൽ മാത്രം കഴിയുന്നുണ്ടോ എന്ന് അതുകൊണ്ട് ആരും അന്വേഷിക്കാറില്ല. കാരണം അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെ പാഠപുസ്തകങ്ങളിൽ ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ സ്ഥിരമായി കാണുന്നു. പത്രങ്ങളിലാണെങ്കിൽ ഇപ്പൊ ചരമക്കോളമൊക്കെ എടുത്തു നോക്കിയാല് ഇപ്പൊ 105 വയസ്സിൽ മരിക്കുന്ന സ്ത്രീയെ പോലും എങ്ങനെയാ ചരമക്കോളത്തില് കുറച്ച് വർഷം മുമ്പേ എഴുതിയിരുന്നറിയോ? പരേതനായ ഇന്നയാളുടെ ഭാര്യ. അതിലും ഞങ്ങൾ നിവേദനമൊക്കെ കൊടുത്തിരുന്നു. ഇതും നേരത്തെ ജെൻഡർ ഓഡിറ്റിംഗ് ചെയ്തിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം കൊടുത്തിരുന്നു. അന്ന് ഉറപ്പൊക്കെ തന്നിരുന്നു പാഠ്യപദ്ധതി പരിഷ്കരണ സമയത്ത് മാറ്റം വരുത്തുമെന്ന്. പുതിയ പുസ്തകങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ട്. ഈ ജെൻഡർ റോൾസ് ഒക്കെ റിവേഴ്സ് ചെയ്തു എന്നുള്ളതാണ് മാറ്റം. അതുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എന്തു ആവാം എന്നുള്ള ഒരു രീതികളാണ്. തേങ്ങ ചിരകുന്ന അച്ഛനൊക്കെ ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങളിലുണ്ട്. ഈ പുസ്തകങ്ങൾക്ക് പുറത്ത് സ്കൂളുകളുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് അടിച്ചു വാരേണ്ട പണി പെൺകുട്ടിയൊക്കെ ആയിരുന്നു. അത് അന്ന് മുതലേ അതുപോലെയായിരുന്നു. അപ്പം ഇതിലൊക്കെ ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഈ ഒരു പാട്രിയാർക്കിയുടെ ഒരു പാഠശാലകൾ തന്നെയാണോ ഇപ്പോഴും സ്കൂളുകൾ? എന്താ തോന്നുന്നത്? അത് ബോധപൂർവം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എങ്കിലും അങ്ങ് മാറാത്ത ചില ആൺകുട്ടികളും ഇപ്പോഴുണ്ട്. അങ്ങ് പൂർണ്ണമായിട്ടും അതിന്റെ എല്ലാം കുട്ടികൾ മാത്രമല്ല, അധ്യാപകരും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെല്ലാവരിലും ഉണ്ട്. ആ പാട്രിയാർക്കി എല്ലാവരിലും, സ്ത്രീകളിലും ഉണ്ട്, പുരുഷന്മാരിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ജെൻഡർ പോലും അതിന് പറയാൻ പറ്റൂല എന്നുള്ളതാണ്. പക്ഷെ ക്ലാസ് വൃത്തിയാക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇങ്ങനെയാന്ന് അറിഞ്ഞൂടാ. അന്ന് ഞങ്ങള് ഈ കെ അജിതയുടെ അന്വേഷിയില്ലേ, അന്വേഷി അജിതയുടെ അവരുടെ സംഘടിത എന്ന് പറയുന്ന ഒരു മാഗസിൻ ഓൺലൈൻ, ഇത് വെബ് മാഗസിൻ, അതിൽ ഞങ്ങള് കുറച്ച് ഈ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ വിഷയങ്ങൾ എഴുതിയതിൽ കേരളത്തിലെ പല സ്കൂളുകളിൽ നിന്ന് കുറെ സർവേ നടത്തിയിരുന്നു. അതിൽ കുട്ടികൾക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒബ്സർവേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതില് കുറെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആൺകുട്ടികൾ ക്ലീനിങ്ങിന് ആൺകുട്ടീനെയും പെൺകുട്ടീനെയും ഒന്നിച്ചാണ് ഇപ്പം ഇടുന്നത്, ഒരു ഗ്രൂപ്പിനെ 5-6. പക്ഷെ ഇപ്പോഴും ഡെസ്ക് പിടിച്ചിടാൻ ആൺകുട്ടികളും
അടിച്ചു വരാൻ പെൺകുട്ടികളും എന്നുള്ള രീതി ഇപ്പോഴും പറയാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എല്ലാവരും എല്ലാം ചെയ്യാനാണ് പറയുന്നതെങ്കിലും ചിലയിടങ്ങളിലൊക്കെ ഇപ്പോഴും അത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഗ്രൗണ്ടൊക്കെ ഉപയോഗിക്കുമ്പോഴും കളിക്കുന്നത് ആൺകുട്ടികൾ മാത്രമാണ്. അവർക്ക് കളിക്കുന്ന സാധനങ്ങൾ അത് പെൺകുട്ടികൾക്ക് വിലക്കപ്പെട്ട ഒരു സംഗതിയാണ് ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത്. ഈ ഗ്രൗണ്ടിൽ നിന്നാണല്ലോ ശരിക്കും ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നത്. നല്ല തീരുമാനം പവർ ഉണ്ടാകുന്നത് കളിക്കളങ്ങളിൽ നിന്നല്ലേ. ഒരു ബോൾ വരുമ്പം ഞാൻ ഹെഡ് കൊണ്ട് എടുക്കണോ അല്ല കാലുകൊണ്ട് എടുക്കണോ ഡിഫെൻഡ് ചെയ്യണോ എന്ന് ഗോളാക്കണോ എന്നൊക്കെ ഞൊടിയിട കൊണ്ട് തീരുമാനം ഉണ്ടാകുന്നത് ഗ്രൗണ്ടുകളിൽ നിന്നല്ലേ. അത് പെൺകുട്ടികൾ പൂർണ്ണമായി നിഷേധിച്ചു പോകുന്നു എന്നുള്ളതൊക്കെ വലിയ സങ്കടമുള്ള കാര്യമാണ്. എനിക്ക് കുറച്ച് ഈ പൊതു കാര്യങ്ങളിൽ നിന്ന് ജസ്റ്റ് ഒരു പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഇപ്പം ദീപയുടെ ഒരു പാഷൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഷനാണ് സിനിമ. അപ്പം സിനിമ അതുപോലെ തന്നെ ലോക സിനിമയായിട്ടൊക്കെ ഉള്ള ഒരു എൻകൗണ്ടേഴ്സിനെ കുറിച്ചിട്ട് പറയാമോ? ഇഷ്ടപ്പെട്ട ഒരു 2-3 സിനിമകളെ കുറിച്ചും പറയാം റഷീദ്. പലപ്പോഴും എല്ലാ വർഷവും തിരുവനന്തപുരത്ത് വന്നിട്ട് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന് ഒത്തിരി സിനിമകൾ കാണുന്ന ഒരു അനുഭവമാണ്. ഒത്തിരി മണിക്കൂറുകളൊക്കെ ക്യൂവിൽ നിന്നിട്ട് ദ ഓൾഡ് ഡോക്ക് എന്ന് പറയുന്ന സിനിമ 2 മണിക്കൂർ ക്യൂ നിന്ന് കണ്ട സിനിമയാണ്. മനോഹരമായൊരു സിനിമ. അതേപോലെ തറയിലിരുന്ന് മണിക്കൂറുകൾ ക്യൂ നിന്ന് തറയിലിരുന്ന് കണ്ട കപ്പർനോം. അതേപോലെ മനസ്സിലിങ്ങനെ എപ്പോഴും സന്തോഷം, ഭയങ്കര നിറവ് തരുന്ന ചില സിനിമകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ IFFKയിൽ കണ്ട മൈ ഫേവറേറ്റ് കേക്ക്. അതിപ്പം കോഴിക്കോട് റീജിയണൽ ഫെസ്റ്റിവലിന് കളിക്കാൻ പോകുന്നുണ്ട്. അതേപോലെ കുറച്ച് വർഷം മുമ്പേ അന്ന് ചലച്ചിത്ര അക്കാദമിന്റെ ഒരു ചെറിയ ബൈറ്റൊക്കെ ഞാൻ കൊടുത്തിരുന്നു. ഒരു സിനിമ ടെയിൽ ഓഫ് ദ സീ. ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ബഹ്മൻ ഫർമനാരയുടെ ടെയിൽ ഓഫ് ദ സീ വളരെ ഇഷ്ടപ്പെട്ട. പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വടകരയിലൊക്കെ കളിച്ചിട്ടുള്ള ദ സീഡ് ഓഫ് സീക്രട്ട് ഫിഗ്, ഒരു ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിനിമയാണ്. അതിലും ഞങ്ങൾക്കൊരു ഒരു സിനിമ സൊസൈറ്റി ഉണ്ട്, ഫിലിം സൊസൈറ്റി ഒക്കെ ഉണ്ട്. അവിടെയും ഈ അന്താരാഷ്ട്ര സിനിമകളൊക്കെ മലയാളത്തിൽ ടൈറ്റിലൊക്കെ ചെയ്ത് ചിലതൊക്കെ കാണിക്കാറൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് സിനിമയെ പറ്റി പറയുമ്പോ. നമ്മുടെ വാണിയക്കാർ ഗ്രൂപ്പിനെ ആളുകൾക്ക് കാണാനേ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സിനിമ പറയാമോ? വാണിയക്കാർ ഗ്രൂപ്പിന് ആദ്യം ഫേവറേറ്റ് കേക്ക് കാണട്ടെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൂടിയിട്ടെ ആളുകൾക്ക് ബ്രീഫായിട്ടുള്ള മതി. അത് മൈ ഫേവറേറ്റ് കേക്ക് എന്ന് പറയുന്നത് പിന്നെ ഒരു 30 വർഷത്തോളം വിധവയായി പോയ ഒരു സ്ത്രീയുടെ, മാഹിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അവരുടെ മക്കളൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നു. ഒരിക്കലും മറക്കാത്തൊരു വൈകുന്നേരമാണ് ഈ സ്ത്രീയുടെ ജീവിതത്തിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അവരാദ്യമായിട്ട് അവരെല്ലാം വിട്ട് 30 വർഷമായിട്ട് വിധവയാണ്, ജീവിതത്തിൽ ഇനി ഒരു രസവും ഇല്ല, ഇനി ആരും ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെ കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നിടത്തുനിന്ന് ഒരു ജീവിതത്തിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ഒരു വൈകുന്നേരമാണ്. അവര് ആദ്യമായിട്ട് സുഹൃത്തുക്കൾക്കൊപ്പം ഒരു പാർട്ടിയിൽ പങ്കുചേരുകയും അവിടെ കുറെ തമാശകൾ ഉണ്ടാകുകയും അങ്ങനെ വളരെ ആക്സിഡന്റലായിട്ട് നമ്മൾ പറയില്ലേ വൈബ് ഒത്തേന്ന്, അങ്ങനെ വൈബ് പറ്റിയ ഒരു മനുഷ്യനെ പരിചയപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ മനുഷ്യനെ ഇദ്ദേഹം മാഹിൻ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നതും ആദ്യമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അങ്ങേറ്റവും സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. ഒരാള് നമ്മുടെ ജീവിതം ഒരുപക്ഷെ ഒരു ദിവസമായിരിക്കും ഏറ്റവും നന്നായി ജീവിക്കുന്നത്, ഫുള്ളസ്റ്റ് ആയിട്ട് ജീവിക്കുന്നത്. നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ എന്താ പറയാ കുഴിച്ചു മൂടിയിട്ടായിരിക്കും ജീവിക്കുന്നത്. ഒരു ദിവസം ഫുള്ളസ്റ്റ് ആയിട്ട് ജീവിച്ച കുറച്ച് നേരമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഭംഗിയുള്ള ഫ്രെയിമും കളർ ടോണും അതിനേക്കാൾ ഭംഗിയുള്ള ആളുകളും ഒക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ത്രീ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ആ കേക്കിന് അങ്ങേറ്റം പുകഴ്ത്തുന്ന ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നല്ല വാക്കുകളാണ് ഇവരങ്ങോട്ടും പറയുന്നത്. അതിനിടയിൽ ഒരു ഭാഗത്ത് അവര് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, നല്ല ഭംഗിയുള്ള നല്ല ആംബിയൻസ്, നല്ല അന്തരീക്ഷം ഒക്കെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒറ്റയാണ്, എനിക്ക് ആരുമില്ല, ഞാൻ കല്യാണം കഴിക്കാത്ത ആളാണ്, ഞാൻ മരിച്ചു പോകുമ്പോൾ ഞാൻ ഒറ്റയായി പോകുമല്ലോ എന്നുള്ളതാണ് എന്റെ സങ്കടം എന്ന് പറയുന്നുണ്ട്.
അപ്പം ഈ സ്ത്രീക്കാണെങ്കിൽ ഇന്നേ വരെ ഒരു നല്ലത് പറയാനോ നല്ലത് ചെയ്തു കൊടുക്കാനോ ആളില്ലാതെ വീർപ്പുമുട്ടിയിരുന്ന ഒരു സ്ത്രീയുമാണ്. അപ്പം ഇദ്ദേഹം സന്തോഷിക്കുന്നുണ്ട്, എനിക്ക് കൂടെ ഒരാളെ കിട്ടിയല്ലോ എന്നുള്ളത്. അങ്ങനെ പരസ്പരം ഏറ്റവും ഹാപ്പി ആയിട്ട് ഇവര് പിന്നെ എന്താ പറയാ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് കേക്കൊക്കെ കഴിച്ച് അവര് അവസാനം കുളിയൊക്കെ കഴിഞ്ഞ് ആ മനുഷ്യൻ പിന്നെ ഉറങ്ങാൻ കിടക്കും. കുറച്ചു നേരം കഴിഞ്ഞ് വിളിച്ചപ്പോഴേക്കും അയാൾ മരിച്ചു വരും. അയാളുടെ ജീവിതത്തിലെ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു വിഷമമാണ് അന്ന് ഇല്ലാതായി പോയത്. കാരണം ഒറ്റയായിട്ടല്ല, ഒരാളോടൊപ്പം മരിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷം. അത് ഒരേ സമയം ചെറിയ തോതിലൊരു ട്രാജഡി ആണോ എന്ന് ചോദിച്ചാലാണ്, പക്ഷെ അതിനേക്കാളും വലിയ കോമഡിയുമാണ്. അതിലെ ഓരോ ഫ്രെയിമും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഭംഗിയുള്ള അതെ 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 ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മൾ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഒരാളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞാൻ വിചാരിക്കുന്നു. ദീപയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ബുക്ക് അതുപോലെ ഒന്നുണ്ടോ? ഒരുപാടുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും ആദ്യം വായിൽ വരുന്ന എനിക്ക് ഒരുപാട് വർഷം മുമ്പ് വായിച്ചിട്ടും ഇപ്പോഴും അതിന്റെ ഒരു ത്രില്ല് ശരീരത്തിൽ കിടക്കുന്ന ഒരു പുസ്തകം സോർബ ദ ഗ്രീക്ക് ആണ്. സോർബ ദ ഗ്രീക്ക് കസൻസാക്കിസിന്റെ ഗ്രീക്കിലെ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഉണ്ടല്ലോ. കസൻസാക്കിസ് ഞാൻ വേറെയും വായിച്ചിട്ടുണ്ട്, ദ ലാസ്റ്റ് ടെംപ്ടേഷൻ ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോ ഈ പുസ്തകം വർഷങ്ങൾക്കിപ്പുറവും മനസ്സിൽ ഇങ്ങനെ മായാണ്ട് ഒരുപാട് ലൈൻസ് ഒക്കെ എനിക്ക് ബൈഹാർട്ടാണ്. അങ്ങനെ പഠിച്ചുപോയ അല്ലെങ്കിൽ അത്രയും പെരുകുന്ന ഒരു പുസ്തകമാണ്. പലപ്പോഴും ഞാനും വിചാരിച്ചിട്ടുണ്ട് ഈ സോർബയെ പോലെയൊക്കെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സോർബയെ പോലെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അദ്ദേഹം ഒരു ജീവിതം മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് എന്നിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കൺഫ്യൂഷ്യസ് പറഞ്ഞൊരു കാര്യമുണ്ട്, പലരും മനുഷ്യന്റെയും ഉയരത്തിൽ ആണ് ആനന്ദം തേടുന്നത്. സത്യത്തിൽ ആനന്ദം മനുഷ്യന്റെ അതേ ഉയരത്തിലാണ്. അങ്ങനെ സോർബയാണെങ്കിൽ ആ പുസ്തകത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. രണ്ടാമത്തെ വരുന്ന ഒരു കഥാപാത്രം കസൻസാക്കിസ് തന്നെയാണ്, എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു തുച്ഛ വരുമാനക്കാരനാണ് ഈ സോർബ. പക്ഷേ സോർബ മനോഹരമായിട്ട് ജീവിതം ആസ്വദിക്കുന്നത് കസൻസാക്കിസ് അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. അദ്ദേഹത്തിന് വലിയ ശമ്പളമുണ്ട്, വലിയ സ്റ്റേറ്റസ് ഉണ്ട്, വലിയ തൊഴിലുണ്ട്. പക്ഷെ ഈ തുച്ഛ വരുമാനമുള്ള സോർബയ്ക്കാണ് ജീവിതം ഏറ്റവും ആഘോഷിച്ച് ജീവിക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പണിയെടുക്കുമ്പോൾ എല്ലാം സമർപ്പിച്ച് പണിയെടുക്കും. സുഹൃത്തുക്കൾക്കൊപ്പം ചെലവഴിക്കുമ്പോൾ മറ്റെല്ലാം മറന്ന് ജീവിക്കും. എന്നാൽ കാമുകിയുടെ അടുത്തായിരിക്കുമ്പം കാമുകിയുടെ ഏറ്റവും ഇഷ്ടമുള്ള കാമുകനായിട്ട് മാറും. ഇങ്ങനെ ചുറ്റിനുള്ള എല്ലാത്തിനെയും സന്തോഷിപ്പിക്കാനുള്ള ഒരു അസാമാന്യമായ കഴിവുള്ള, ഒരേ സമയം ധൈര്യമുള്ള, ഹൃദയവിശാലതയുള്ള, ജീവിതത്തോടൊരു പ്രത്യേക കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ. പക്ഷെ വിയോജിക്കാനും ചില ഇടങ്ങളൊക്കെ തീർച്ചയായിട്ടും സോർബയോട് നമുക്ക് തോന്നും. ഇതിനോടുള്ള ചില കാഴ്ചപ്പാടുകളൊക്കെ വരുന്ന ഇടങ്ങളിൽ ചില യോജിപ്പുകൾ തോന്നുമെങ്കിലും എനിക്ക് അതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ പോസിറ്റിവിറ്റി തന്നെയാണ്. അതില് ഈ പുതുവത്സരം വരുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, ഒരു പക്ഷെ ഇത് വായിച്ചായതുകൊണ്ട് ഓർക്കുന്നുണ്ടാവുമായിരിക്കും. അതിലിങ്ങനെ പറയുന്നു, കാലവൃക്ഷത്തിൽ നിന്ന് ഒരു വിലക്കൂടി പൊഴിയുന്നു എന്ന് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് നമ്മൾ വീണ്ടും ജനിക്കുന്ന ദിവസം എന്നാണ്. അപ്പൊ അതിനെ മറ്റൊരു തരത്തിൽ കാണാൻ സഹായിക്കുന്ന ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നുന്നു. ഭംഗിയായിട്ട് നിസ്സാരമായിട്ട് ലൈറ്റായിട്ട് ഒരു അപ്പൂപ്പൻ താടി ഭാരമില്ലാണ്ട് ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പിച്ച ഒരു പുസ്തകമാണ്. ഇതുമായിട്ടൊരു ബന്ധമൊന്നും ഇല്ലെങ്കിലും തിയോ ആഞ്ചലോ പൗലോസിന്റെ ഒരു സിനിമ ഉണ്ട്, ഇറ്റേണിറ്റി എൻ്റെ ഡേ എന്നുള്ളത്. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും സോർബയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ എത്തിപ്പെടുന്ന ഒരു സിനിമ അതാണ്. ഞാൻ നമ്മുടെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. അപ്പം ദീപ സംസാരിക്കുന്ന കൂട്ടത്തിൽ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്ന, ഒരു ആൾക്കൂട്ടത്തെ നേരിട്ടിട്ട് സംസാരിക്കാൻ ധൈര്യമില്ലാതിരുന്ന, എന്തെങ്കിലും ഒരു സ്റ്റേജിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലും പറയാനൊന്നും ധൈര്യമില്ലാതിരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇപ്പം ഇഷ്ടങ്ങളിൽ എന്താ പറയാ, പ്രധാനപ്പെട്ട ഒരു ഇഷ്ടം പ്രസംഗമാണ്. അത് മാത്രമല്ല, ദീപ ഇപ്പം കഴിഞ്ഞ ഒരു മണിക്കൂറിലധികമായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാണ്, ഭംഗിയായിട്ട് ഒഴുക്കോട് കൂടിയിട്ട് സംസാരിക്കാണ്. അപ്പം ഈ ഒരു മാറ്റം, ഈ സ്റ്റേജിനെ ആളുകളെ ഭയക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് വളരെ അനായാസം ഒഴുക്കിനൊത്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ആളായിട്ട് ഒരുപാട് ആളുകളെ ഒരുമിച്ച്
കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിട്ടുള്ള ഒരു മാറ്റം അതെങ്ങനെയാണ്? അതില് ഒരുപക്ഷെ ഒരുപാട് വർഷം പുറകോട്ട് പോകേണ്ടി വരും അതിന്റെ ചില തുടക്കത്തിലേക്ക് എത്താൻ. വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഗവൺമെന്റ് സർവീസിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മണിയൂർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ടുള്ള ഒരു സാറുണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ നമ്മൾ പിച്ച് നടത്തിക്കുക എന്നൊക്കെ പറയൂലേ, അതുപോലെ പല അവസരങ്ങൾ തന്നിട്ടുള്ളത്. ഒരിക്കൽ പെട്ടെന്ന് ഒരു ശോഭീന്ദ്രൻ സാറ് പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനില് ഏറ്റവും പിറകിലിരുന്ന് പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിസ്സാരമായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുന്ന എന്നെ നന്ദി പറയാൻ വിളിക്കുന്നത്. അപ്പൊ ആൾക്കൂട്ടത്തിനിടയിൽ വിളിച്ചത് കൊണ്ട് എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റിയില്ല. ഞാന് ആ നന്ദി എങ്ങനെയൊക്കെയല്ലോ പറഞ്ഞ് ഒപ്പിച്ചു. കാരണം എനിക്ക് അദ്ദേഹത്തിന് ശോഭിതൻ സാറിന് അറിയാവുന്നതുകൊണ്ട് മാത്രം ഒരു വാചകമൊക്കെ പറയാൻ പറ്റി. അതെങ്ങനെയൊക്കെയോ ഒരു വലിയ ഫ്ലോപ്പൊക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ ഇപ്പോഴും മനസ്സിലെ ധാരണ. പക്ഷെ ഇദ്ദേഹം അത് എന്നെ വല്ലാതെ പ്രശംസിച്ചൊക്കെ സംസാരിച്ചു, ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ സംസാരിച്ചു. അതൊരു ഊർജ്ജമായിരുന്നു. പിന്നെ ചെറിയ ചില പരിപാടിക്കൊക്കെ ഉദ്ഘാടനം ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ക്ലാസ് മുറികളിലുള്ള ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ ഈ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട, അതിനൊക്കെ വിളിക്കും. അങ്ങനെയാണ് ഒരുപക്ഷെ ഇത് തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നെ ഒരുപക്ഷെ കുട്ടികളിൽ നിന്നുള്ള ഫീഡ്ബാക്ക്, അത്യാവശ്യം പ്രസന്റേഷനൊക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു ഫീഡ്ബാക്കും, പിന്നെ ഇതുപോലെ പലരും പല അവസരങ്ങളിലും നിർബന്ധിച്ചും നമ്മളെ വിശ്വസിച്ചും ഒക്കെ ഏൽപ്പിച്ച ചില സെഷനുകളും അതിന് ഒരുപാട് പിന്നെ റെഫർ ചെയ്തിട്ട് പെയിൻ എടുത്ത് മനസ്സിലാക്കിയിട്ടൊക്കെ പോയതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അത് നിങ്ങൾക്ക് ശേഷം പലയിടങ്ങളിൽ പറഞ്ഞു പറഞ്ഞ് പഴകി അതെന്റെ ഒരു ശീലമായിട്ട് മാറി. ഇപ്പം തീർച്ചയായിട്ടും എനിക്ക് ഓഡിയൻസ് ഒരു പ്രശ്നമല്ല. അത് എത്ര വലിയ ഓഡിയൻസ് ഉണ്ടെങ്കിലും പറയാനുള്ളത് എനിക്കത് ഗ്രാഹ്യമുള്ള വിഷയമാണെങ്കിൽ സംസാരിക്കാൻ അനായാസം സാധിക്കും. പക്ഷെ എപ്പോഴും എന്ത് സംസാരിക്കാൻ പോകുമ്പോഴും ഒന്നുമില്ലാതെ അങ്ങോട്ട് പോയി എന്തെങ്കിലും പറയുന്ന ചില സന്ദർഭങ്ങളും ഉണ്ട്. പക്ഷെ അല്ലാതെ നേരത്തെ കൂട്ടിയുള്ളതാണെങ്കിൽ ഒന്ന് ആലോചിക്കാറുണ്ട്. എപ്പോഴും സ്ട്രക്ചർ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ എപ്പോഴും ഏത് പോയി സംസാരിച്ചിട്ടുള്ളൂ. നമ്മൾ ഇത്രയും നേരം സംസാരിക്കുമായിരുന്നു. ഞാൻ ചോദിക്കുന്നു, ദീപ മറുപടി പറയാം. ദീപക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് പറയാനുണ്ട് റഷീദ്. കാരണം ഒരുപാട് വർഷങ്ങൾ പിറകോട്ടാണ് അല്ലെ ഇപ്പൊ നമ്മളുള്ളത്. പഴയ വാണിജ്യവും അതേപോലെ നമ്മുടെ ക്രസന്റ് സ്കൂളും നമ്മുടെ പഴയ ഓർമ്മകളും നമ്മുടെ അധ്യാപകരും. ഇപ്പൊ നമ്മുടെ മാഷ് ഇവിടെ ഇരിക്കുന്നു, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് അധ്യാപകർ ഇരിക്കുന്ന MA മാഷാണെങ്കിലും മോഹൻദാസ് മാഷാണെങ്കിലും മജീദ് മാഷ്, ഒത്തിരി ഒത്തിരി അധ്യാപകർ, വത്സമ്മ ടീച്ചർ ഒക്കെ ഒരിക്കലും മറക്കാത്ത കുറെ, MA മാഷ്, ദിനേശൻ മാഷ്, അപ്പൊ ആ ഓർമ്മകളിലേക്കൊക്കെ പോയ കുറെ നേരമാണ്. ഒരുപാട് 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 സന്തോഷം തോന്നുന്നു, പ്രത്യേകിച്ച് റഷീദിനോട് സംസാരിക്കാൻ പറ്റിയതില്. കാരണം റഷീദ് എന്റെ എനിക്ക് ഒരുമിച്ചുണ്ടായിരുന്ന രണ്ട് കുട്ടികള് വളർന്നു വലുതായി കുറെ കാലത്തിന് ശേഷം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. തീർച്ചയായിട്ടും എനിക്ക് തോന്നിയത്, ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് റഷീദ് 9ലുണ്ട്. ആ സമയത്ത് ഒരു കവിതയൊക്കെ എനിക്ക് വല്ലാതെ എന്നെ സ്പർശിച്ച കവിതയാണ്. അതായത് ഒരു മരത്തെ പറ്റി, വെട്ടിമുറിച്ച മരത്തടിക്കിടയിൽ അല്ലെ ആണവ റിയാക്ടർ പൊങ്ങി വരുന്നു എന്നൊക്കെ പറഞ്ഞ ലൈൻസ് ഒക്കെ എന്റെ മെമ്മറിയിൽ ഇപ്പോഴും കിടക്കുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര പലതരത്തിൽ റഷീദ് എനിക്കൊരു മോഡൽ ആയിരുന്നു എന്നുള്ളതാണ്. മനോഹരമായിട്ട് സംസാരിക്കുന്ന, അതേപോലെ നല്ല കാഴ്ചപ്പാടുള്ള, നന്നായിട്ട് എഴുതുന്ന, വാണിമേലിനെ ഏറ്റവും കൃത്യമായി ഓർമ്മിക്കുന്ന. റഷീദിന്റെ കുറിപ്പുകളൊക്കെ വായിച്ച് നമ്മള് കണ്ണിന് കണ്ണീര് വരും. അങ്ങനെയൊക്കെയുള്ള ഒരു കാലം വീണ്ടെടുത്തതാണ് ശരിക്കും ഇത് എന്റെ ജീവിതത്തിലെ എനിക്ക് തോന്നുന്നു. പാണിക്കാർ തരുന്ന ആദരമായിട്ട് ഫൈസലിനെ ഓർമ്മിക്കുന്നു ഈ ഒരു സമയത്ത്. ഇങ്ങനെയൊക്കെ സത്യം സത്യം ഫൈസൽ അത്രയ്ക്കും അല്ലെ, അങ്ങനെ ഒരു വലിയൊരു നന്മ മനസ്സുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമ്മളൊക്കെ ഒന്നിച്ചിരിക്കുന്നത്. ഫൈസൽ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനൊന്നും ഇവിടെ ഒരു അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. എന്തായാലും ഭയങ്കര സന്തോഷം. നമ്മളിപ്പോ എത്ര പെയിനെടുത്താണ് ഇവിടെ ഇരിക്കുന്നത്. സജീറും ഷഫീന, അതെ ശരിക്കും ആളുകളാണ്. അവരൊക്കെ ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിക്കാൻ ഈ ഒരു സമയം തന്നതിനാണ് റഷീദിനോട് ഏറ്റവും വലിയ സ്നേഹം. തീർച്ചയായിട്ടും താങ്ക് യു.